ആദരണീയനായ അധ്യക്ഷൻ പ്രിയപ്പെട്ട റാഫി, വേദിയിൽ ഇരിക്കുന്ന നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻറ്റ് NC റസാഖ് സാഹിബ്, ബഹുമാന്യനായ PC അഹമ്മദ് കുട്ടി ഹാജി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും എൻ്റെ സുഹൃത്തുമായ P ആസിഫ്, വേദിയിലിരിക്കുന്ന മണ്ഡലം യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ഹനീഫ, എനിക്ക് മുമ്പ് നിങ്ങൾ അഭിസംബോധന ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷഹീർ നല്ലളം, എൻ്റെ സഹകാരിയും മുസ്ലിം ലീഗ് വേദികളിലെ പ്രസംഗകനും നിങ്ങളുടെ നാട്ടുകാരനുമായ എൻ്റെ പ്രിയപ്പെട്ട അസ്കർ ഫറൂഖ്, വേദിയിലും വേദിക്ക് താഴെയുമായി അണിനിരന്നിട്ടുള്ള ഹരിത രാഷ്ട്രീയത്തിൻ്റെ അമരത്തിരിക്കുന്ന സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ അനുയായികളെ, നല്ലവരായ നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. സഹോദര സമുദായാംഗങ്ങൾക്ക് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തല നിവർത്തി നടക്കാൻ കഴിയാതെ തല നഷ്ടപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് കേരളക്കരയിൽ അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖാവ് പിണറായി പറഞ്ഞത് ലീഗില്ലാത്ത പാർലമെൻറ്റ് എന്നാണ്. എങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇല്ലാത്ത പഞ്ചായത്ത് ഉണ്ടാക്കി കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. എല്ലാ സാഹചര്യങ്ങളും CPMന് അനുകൂലമായിരുന്നു. ഭരണം, പോലീസിൻ്റെ പട, കള്ളവോട്ട് ചേർക്കൽ, അതുപോലെ നോമിനേഷൻ ഇഷ്ടമുള്ളവരുടേത് സ്വീകരിക്കലും ഇഷ്ടമില്ലാത്തവരെ ഉദ്യോഗസ്ഥരെ കൊണ്ട് തള്ളിക്കലും, പല സ്ഥലങ്ങളിലും എതിരില്ലാതെ നമ്മുടെ സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് കാരണം അവർ സുസമ്മതരായതുകൊണ്ടാണ്, നാട്ടിൽ വേണ്ടപ്പെട്ടവരായതുകൊണ്ട്. എന്നാൽ കണ്ണൂരിലും ആലപ്പുഴയിലും ഒരുപാട് മാർക്സിസ്റ്റുകാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവർ സുസമ്മതരായതുകൊണ്ടല്ല, എതിരായിട്ട് ആരെങ്കിലും നോമിനേഷൻ കൊടുത്താൽ അവൻ്റെ ഒടുക്കത്തെ കൊടുക്കലാകും. അതുകൊണ്ട് മാത്രം സുസമ്മതരായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെതിരെ ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും ഇവർ പ്രയോഗിച്ചു. ഫലത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എല്ലാ ഘടകങ്ങളും അനുകൂലമായിരുന്നു, ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ. എന്നിട്ടും മാർക്സിസ്റ്റ് പാർട്ടി ഉപ്പുവെച്ച കലം പോലെയായി ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതിന് കാരണം അവർ ഈ രാജ്യത്ത് ചെയ്തു പോന്ന നടപടിക്രമങ്ങളും പാർട്ടിയുടെ നിലപാടുകളുമാണ്. പോളിംഗ് സ്റ്റേഷനുകളിലൊക്കെ മര്യാദക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ. കണ്ണൂരിലെ ഒരു ദിവസത്തെ ചിത്രം തന്നെ നമ്മൾ പത്രത്തിൽ കണ്ടു. SIയും പോലീസും കുറേ ആളുകൾ മുന്നിൽ, കുറേ പർദ്ദാധാരികളായ സഹോദരിമാർ, തൊട്ടു പിന്നിലും കുറേ പോലീസിൻ്റെ അകമ്പടിയോടുകൂടി ബൂത്തിലേക്ക് തിരിച്ചു വരികയാണ്. 12:30 വരെ CPMൻ്റെ വോട്ട് ചെയ്തു കഴിഞ്ഞ ശേഷം പിന്നെ അവരുണ്ടാക്കിയ ഭീകരാന്തരീക്ഷം കാരണം അങ്ങോട്ട് വോട്ട് ചെയ്യാൻ വരാതെ കഴിഞ്ഞപ്പോൾ കുറേ സഹോദരിമാർ വരുന്ന ചിത്രമാണ്, ഫോട്ടോയാണ് നമ്മൾ പത്രത്തിൽ കണ്ടത്. ആ ഫോട്ടോ കണ്ടാൽ തോന്നുക SIയും പോലീസൊക്കെ പുതിയണ്ണിൻ്റെ ഒപ്പം പോവുകയാണെന്ന് തോന്നുന്നു. അമ്മാതിരിയായിരുന്നു ആ ചിത്രം. മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ കോട്ടക്കൊത്തലങ്ങളിൽ ബൂത്ത് ഏജൻ്റായി ഒരാളിരിക്കാൻ സമ്മതിക്കില്ല. എതിരായിട്ട് അവർക്കെതിരെ ശബ്ദിച്ചാൽ പിന്നെ അവർ വെച്ചേക്കില്ല. നമുക്കറിയാമല്ലോ, ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് മുസ്ലിം ലീഗിൽ നിന്ന് പോയി, ഒരു പ്രശ്നം ഉണ്ടായില്ല മരിക്കണവരെ. KT ജലീൽ ലീഗിൽ നിന്ന് പോയി, ഇപ്പോഴും ഹയാത്തിലുണ്ട്, ഒരു പ്രശ്നമില്ല. K കരുണാകരനും മുരളിയൊക്കെ കോൺഗ്രസിൽ നിന്ന് പോയി, ഒരു പ്രശ്നമില്ലാതെ ഇപ്പോഴും ജീവിച്ചിരിക്കുക. എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടി വിട്ട MV രാഘവൻ്റെ സ്ഥിതി അതാണോ? DYFI എത്ര കാലമായി ആ ചങ്ങായിയുടെ റോഹ് പിടിക്കാൻ നടക്കണ? ആയുസിൻ്റെ നീട്ടം കൊണ്ട് നടക്കല്ലേ ആ സാധു? എന്താ സംഭവം എന്ന് വെച്ചാൽ, മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചാൽ പിന്നീട് അവർ ആ നാട്ടിൽ ആ പതാകയും ആ പാർട്ടി ഓഫീസ് ഒന്നും വെച്ചേക്കില്ല. സോഷ്യലിസ്റ്റ് ജനതയുടെ MLA ആയ പാനൂരിലെ MLA ഇന്ന് പോലീസ് കാവലിലാണ് അന്തിയുറങ്ങുന്നത്. എന്തുകൊണ്ടാണ്? പാണക്കാട്ട തങ്ങളെ പടയെ പേടിച്ചിട്ടല്ല, ഇവരുടെ റെഡ് വളണ്ടിയർമാരെ ഭയന്നിട്ട്. 6 പാർട്ടി ഓഫീസുകൾ തകർത്ത് തരിപ്പണമാക്കി. നിങ്ങൾ കണ്ടില്ലേ, ഒരു പ്രിസൈഡിംഗ് ഓഫീസറായ ഒരു അധ്യാപികയെയാണ് മുഖത്തടിച്ചത്.
ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുന്ന ആളുകളുടെ സ്ഥിതി തന്നെ വളരെ ദയനീയമാണ്. തലേ ദിവസം പാതിരാവിൽ അവർ ഈ പെട്ടിയും ഇതെല്ലാം എടുത്ത് ആ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു സൗകര്യങ്ങളുണ്ടാവില്ല. എന്നാൽ അവിടെ ചെന്ന് നോക്കിയാൽ ചായയും വെള്ളവും ഊണൊന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ ഡ്യൂട്ടി ഒന്ന് കഴിഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ആ ഡ്യൂട്ടി സ്ഥലത്ത് പോയിട്ട് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സഹോദരിയായ പെണ്ണായി പിറന്നൊരു ടീച്ചറുടെ മുഖത്താണ് അടിച്ചത്. കണ്ണൂരിൽ 23 വോട്ട് ഒരു സഖാവിൻ്റെ ഭാര്യ ചെയ്തപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസറായ കന്യാസ്ത്രീ ചോദിച്ചു, അത്രേ ഇനി ഇതൊന്ന് നിർത്തിക്കൂടെ? നിങ്ങൾ ആലോചിക്കണം, സാധാരണ ഇവർ മരിച്ചോരെ വോട്ടൊക്കെ ചെയ്ത് ശീലിച്ചൊരു ടീമാണ്. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വന്ന ശാരദ ടീച്ചർ തൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയ ആ ബൂത്തിലാണ് അവർക്ക് ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. മേലെ വീട്ടിൽ ഭാസ്കരൻ മാസ്റ്റർ എന്ന് പറയുന്ന അവരുടെ ഭർത്താവ് മരിച്ചിട്ട് 5 വർഷമായി. ഒന്നാമത്തെ പ്രിസൈഡിംഗ് ഓഫീസർ വോട്ട് ചെയ്തു പോയ ആളുകളുടെ പേരിങ്ങനെ വായിച്ചപ്പോൾ ആ കൂട്ടത്തിൽ വായിച്ചു മേലെ വീട്ടിൽ ഭാസ്കരൻ മാസ്റ്റർ. ശാരദ ടീച്ചർ ഞെട്ടി. ശാരദ ടീച്ചർ പറഞ്ഞു, ഓ ഇതുവഴി വന്ന് എന്നോടൊരു വാക്കുപോലും മിണ്ടിയില്ലല്ലോ എന്ന്. ആ സാധു മരിച്ചു പോയിട്ട് 5 കൊല്ലമായി. മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ ആരാൻ്റെ വോട്ട്? ഞാൻ പറയാറുണ്ട്, അവരൊരു മുദ്രാവാക്യം തന്നെയുണ്ട്, ധീര രക്തസാക്ഷികളെ ഇല്ല നിങ്ങൾ മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. മരിച്ചവരെ പറ്റിയൊരു മുദ്രാവാക്യം. വളരെ സത്യമല്ലേ? പോലും മരിച്ചാലും ഇവരിലൂടെ ജീവിക്കുകയാണ് വോട്ട് ഇങ്ങനെ ചെയ്തിട്ടേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇങ്ങനൊരു പാർട്ടി ആഴം ദുനിയാവിലുണ്ടോ? നിങ്ങൾ ജനാധിപത്യത്തിൻ്റെ സർവ്വസീമകളും ലംഘിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവരിന്ന് TV ഒന്ന് കണ്ടിട്ട് അരിവാളൊക്കെ കണ്ട് കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് കണ്ടൊന്ന് ആനന്ദലബ്ധി അടയാം എന്ന് വിചാരിച്ച് കാത്തിരിക്കുമ്പോൾ കണ്ണൂരിൽ വലിയ കോണിയേറ്റ് കിടക്കുന്നത് ആ TV-യിൽ. അപ്പോഴാ TV ചാനലിൻ്റെ കേബിൾ വലിച്ചിട്ടിട്ട് സാധുക്കൾ ഇരുട്ടത്ത് മറിയുമ്പോൾ കേബിളിൻ്റെ പണിക്കാരൻ ഇത് ശരിയാക്കാൻ വരുന്നതും കോണിയേറ്റ്. വല്ലാത്തൊരു സംഭവം. നിങ്ങളുടെ ജീവചരിത്രത്തിൽ ഇങ്ങനൊരു ദുര്യോഗം ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങളുടെ എതിരാളികളായിട്ട് എല്ലാവരും ഇങ്ങക്കൊപ്പായിരുന്നു. സുഡാപ്പി, PDP, ജമാഅത്ത്, ഇവരൊക്കെ സാധാരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒപ്പം കൂടി അങ്ങനെ ജാഥ വിളിക്കലാണ്. തീർച്ചയായും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സാധാരണ ഇവരൊക്കെ ഇടതുപക്ഷത്തിൻ്റെ കൂടെ കൂടിയിട്ട് മുദ്രാവാക്യം വിളിക്കലാണ്. സാധാരണ നമ്മൾ ജയിച്ച് ലീഗ് തോറ്റ് CPM-ൻ്റെ കൂടെയാണ്. ഞാൻ പറയാറുണ്ട്, രാജവമ്പാല കടിച്ചവൻ്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോഴത്രേ പണ്ട് ഞാഞ്ഞൂല് പറഞ്ഞത് ഞങ്ങളെ ടീമിനേറ്റ് കളിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവും. സാധാരണ ജമാഅത്ത്, സുഡാപ്പി, MDP അലവല ടീമുകൾ മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടി ജയിച്ചാൽ ഞങ്ങൾ മൂല്യം നോക്കി ഞങ്ങൾ ചെയ്തുകൊണ്ടാണ് അവിടെ ജയിച്ചത്. നോക്കണേ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥലത്ത് അഹമ്മദിന് പിന്തുണയില്ല, മറ്റോടത്ത് ഈട്ടിക്ക് പിന്തുണ. ഒരു സ്ഥലത്ത് ഈട്ടിക്ക് പിന്തുണയില്ല, ചിലയിടത്ത് ഇവർക്ക് പിന്തുണ. എന്താ കാരണം? ജയിക്കോ ഇല്ലേ എന്ന് നോക്കിയിട്ടാണ് മൂല്യം. എന്നാൽ ജയിച്ചാൽ ഞങ്ങളെ കൊണ്ടാണ് ജയിച്ചതെന്ന് പറയാം, തോറ്റാലോ ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞല്ലോ, ഇവർ വലിയ വീക്ഷണത്തിലും വലിയ ദൂരക്കാഴ്ചയുള്ള ആളുകളാണെന്നും പറഞ്ഞ് ബുദ്ധിജീവികളായി ചമയരുത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പോട് കൂടി എല്ലാവരും ഒറ്റക്ക് നിന്നു. മുസ്ലിം ലീഗിൻ്റെ കോട്ടക്കൊത്തരങ്ങളിൽ നമ്മുടെ എളിയമാൻ്റെയും മൂത്തമ്മാൻ്റെയും വല്യമ്മാൻ്റെയും വോട്ടൊക്കെ ഫസാദാക്കാന്നു. പല ഐക്യജനാധിപത്യ മുന്നണിയുടെ സഹോദര സമുദായത്തിലെ ആളുകളെ വോട്ടൊക്കെ ചിന്ന ഭിന്നാകുന്ന ഈ സാധുക്കൾ കരുതിയത്. യഥാർത്ഥത്തിൽ വോട്ടെണ്ണിയപ്പോൾ ഇവർക്കൊക്കെ കിട്ടിയത് എത്ര? വോട്ടെണ്ണാൻ ജമാഅത്തെ ഇസ്ലാമി നേരത്തെ വന്നു. നമ്മളെക്കാൾ മുമ്പേ അവർ കോഴിക്കോട് കുറ്റിപ്പുറത്ത് ഭാരതപ്പുഴയിൽ ഒരു വനിതാ സമ്മേളനം തന്നെ വെച്ചു. വനിതാ സമ്മേളനം വെച്ചു എന്ന് മാത്രമല്ല, നിങ്ങൾ കണ്ടില്ലേ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ അനൗൺസ് വാഹനം ഇവരുത്, ഏറ്റവും കൂടുതൽ പോസ്റ്റർ ഇവരുത്, ഏറ്റവും കൂടുതൽ പാട്ട് കേട്ടത് ഇവരുത്. എണ്ണിയപ്പോൾ 12 വോട്ട്, 13 വോട്ട്, 20 വോട്ട്. ആ പെട്ടിയിൽ അസാധുവിന് 40. അസാധു പറയാം ഞാനാടോ അമീർ എന്ന്. ഈ സാധുവിന് 23, 13, 12. എന്ത് പറ്റിപ്പോയി? ഒരു ബൂത്തിൽ ജമാഅത്തിന് കിട്ടിയത് 1 വോട്ടാണ്. ഭാര്യയെ പിടിച്ചിട്ട് അയാൾ ചോദിച്ചു, ഈ എന്തിനു വോട്ട് ചെയ്യാൻ? ഒന്നുമില്ല, ഞങ്ങളിത് വരെ നടന്ന് പറഞ്ഞിരുന്നത് മാറ്റത്തിന് 1 വോട്ട് എന്നാണ്. ഞാനും കൂടി ചെയ്തിട്ട് 2 ആണ്ടാന്ന് കരുതിയിട്ടാണ്. അയിമാണ് പൊരുത്തപ്പെട്ട ആളിന്നാണ്. ജമാഅത്തിന് കിട്ടിയതും 1 വോട്ടാണ്. ഈ സാധുക്കൾ വോട്ടെണ്ണോടത്ത് സുബൈക്ക് എത്തിക്കണം. സുബൈക്ക് എത്തിയിട്ട് ആ ബാലറ്റ് പെട്ടിയുടെ ചുറ്റോട് ചുറ്റും ഇങ്ങനെ അളിയാൻ പെട്ടി ഇറക്കുമ്പോണ്ടല്ലോ കുട്ടികൾക്ക് ഒരു നൃത്തം അബുദാബിയിൽ നിന്നിട്ട് അതിൻ്റെ ചുറ്റോട് ചുറ്റും ഇങ്ങനെ നടക്കുകയായിരുന്നു. തുറന്നപ്പോൾ ഇതാ കിട്ടിയത്, ആകെ ചവിട്ടിപ്പടക്കായി 23 കൊള്ളി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ.
ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ നമുക്കെതിരെ പറയാത്ത കാര്യങ്ങളില്ല. എന്തിനധികം സക്കാത്തിൻ്റെ ഫണ്ട് വരെ ചിലവഴിച്ചു. സക്കാത്തിൻ്റെ ഫണ്ട് ചിലവഴിച്ചു. ഒരു വയസ്സെത്തി ചോദിച്ചു ഇത്ര ഒരു സ്ഥലത്ത് നിന്ന് ഒക്ടോബറിൽ എന്ത് സക്കാത്താണ്? സക്കാത്ത് കൊടുത്ത കണക്ക് വെച്ചിട്ട് അവൻ്റെ കുടുംബം അവരെ കുടുംബം നമ്മൾ വീടുണ്ടാക്കി കൊടുത്തതെല്ലാം വോട്ടായി കണക്ക് കൂട്ടിയിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നു. വളരെ തുച്ഛം വോട്ടായി സാധുക്കൾക്ക് കിട്ടിയത്. അതിനേക്കാൾ വലിയ കഷ്ടം സ്വാതന്ത്ര്യത്തിൻ്റെ കാവലാളാകാനും മനുഷ്യാവകാശം സംരക്ഷിക്കാനും വന്നൊരു ടീം. അവർ ചെറുപ്പക്കാരോട് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കണം, എന്നിട്ട് അവ്വല് ജമാഅത്തിനെത്തണം, ഒന്നാമത്തെ സൊഫിൽ കയറണം, അത് കഴിഞ്ഞ് 1 കിലോമീറ്റർ ഒരു ജ്യൂസ് ഓതണം, എന്നിട്ട് 1 കിലോമീറ്റർ ഓടണം എന്ന് പഠിപ്പിച്ചവരാണ്. അവർക്കും കിട്ടിയത് തുച്ഛം വോട്ടാണ്. എന്താ കാരണം? ഒന്നുമല്ല, അവരൊരു ദിവസത്തെ പേര് NDF, പിന്നത്തെ പേര് പോപ്പുലർ ഫ്രണ്ട്, ഇപ്പോൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി, ഇങ്ങനെ ദിനേന പേര് മാറ്റിയപ്പോൾ സ്വന്തം പിതാവിൻ്റെ വോട്ട് വരെ കിട്ടിയില്ല. എന്തേ കാരണം എന്ന് ചോദിച്ചപ്പോൾ ബാപ്പ മോനോട് പറഞ്ഞത്ര, മോനെ ലീഗ് എന്ന് പറഞ്ഞാൽ നല്ല പെരുമാറ്റാണ്, എൻ്റെ പാർട്ടി ഭയങ്കര പെരുമാറ്റാണ്, അതുകൊണ്ടാണ് ഞാൻ വോട്ട് ചെയ്യാതിരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഈ രാജ്യത്ത് ലീഗിനെതിരെ ബദലാകാൻ ശ്രമിച്ചവരാണ്. ആ ബദലാകാൻ വന്ന അബ്ദുൽ നാസർ മഅദനിയുടെ കക്ഷിയുടെ കാര്യം മഹാകഷ്ടമായിരുന്നു. എന്തായിരുന്നു ആ വരവ്? ഇയാളൊക്കെ ഒരു കാലത്ത് പറഞ്ഞ വർത്തമാനത്തിന് കയ്യും കണക്കുണ്ടായിരുന്നോ? ഓ ശിഹാബ്, അങ്ങ് പൂക്കോയയുടെ മകനായി പോയി, അല്ലെങ്കിൽ വിവരം അറിയായിരുന്നു എന്ന് വരെ പ്രസംഗിച്ചിട്ടുണ്ട് മഅദനി. രാഷ്ട്രീയം പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ മഅദനി ചെറുപ്പക്കാരെ തട്ടിയെടുത്തത്. ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയക്കാരനാണെന്നുള്ളത് കൊണ്ടാണ് ശിഹാബ് തങ്ങൾക്കെതിരെ മാധ്യമത്തിൽ ലേഖനം എഴുതിയത്. ഞാൻ ഇന്നും ഓർക്കുകയാണ്. ബാബരി മസ്ജിദ് പൊളിഞ്ഞതിൻ്റെ ഒരു 5-8 ആഴ്ച കഴിഞ്ഞപ്പോൾ മാധ്യമത്തിൽ ഇന്നും ഞാൻ മറക്കൂല, വേദനയോടുകൂടി മറക്കൂല. എന്താ സംഭവം എന്നറിയോ? ശിഹാബ് തങ്ങളുടെ ഫോട്ടോക്ക് താഴെ ഒരു അടിക്കുറിപ്പ്, ആത്മീയത കൈമോശം വന്ന വെറും രാഷ്ട്രീയക്കാരൻ. മഅദല്ലാ, എൻ്റെ മുത്ത് ശിഹാബ് തങ്ങളെ പറ്റി ഇവർ പറഞ്ഞ വർത്താന, ആത്മീയത കൈമോശം വന്ന വെറും രാഷ്ട്രീയക്കാരൻ. അപ്പം എന്താ സംഭവം? രാഷ്ട്രീയക്കാരനാന്ന് പറഞ്ഞിട്ടാണ് ജമാഅത്തും നമ്മളെ മഹലിലേക്ക് അടുപ്പിക്കാതിരുന്നത്, ലീഗുമായി ബന്ധപ്പെടാഞ്ഞത്, ലീഗിനെ എതിർത്ത് തോൽപ്പിച്ചത്. അപ്പോൾ ജമാഅത്ത് അങ്ങനെ, PDP അങ്ങനെ, പിന്നെയോ ഈ SDPIക്കാരൻ സക്കാത്തിൻ്റെ ഫണ്ട് പിരിച്ചിട്ട് ചെറുപ്പക്കാരെ മുഴുവൻ സ്വാതന്ത്ര്യത്തിൻ്റെ കാവലാളാകാൻ, മനുഷ്യാവകാശം സംരക്ഷിക്കാനൊക്കെ നടന്നവരാണ്. അവരും ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടിയായിട്ട് വന്നു. രാഷ്ട്രീയ പാർട്ടി ആരടാ രാഷ്ട്രീയം പറയണമെന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചവരാ അവർ. ഇപ്പോൾ വരും രാഷ്ട്രീയം. ആരടാ രാഷ്ട്രീയം പറഞ്ഞത്? ഇത് ഇവർക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാനായിരുന്നു അത് ഇപ്പോഴല്ലേ മനസ്സിലായത്. പണ്ട് പള്ളിയിൽ അച്ഛൻ കുർബാന നടത്തുമ്പോൾ ആ സദസ്സിൽ മൊബൈലിൽ ലജ്ജാവതി പാട്ട് മുഴങ്ങി. പള്ളിയിൽ അച്ഛൻ ചോദിച്ചു, ആരുടെ മൊബൈലിൽ നിന്നാണ് ശബ്ദം? എണീറ്റ് നിന്ന് പറഞ്ഞു, എൻ്റെ മൊബൈലിൽ നിന്നാണ്. പള്ളിയിൽ അച്ഛൻ പറഞ്ഞു, ആ പാട്ട് ഇതിൽക്കൊന്ന് ഇങ്ങോട്ട് കയറ്റിക്കാന്ന്, അയാളെ മൊബൈലിൽ. അപ്പോൾ ആ ചോദിച്ചത് എന്താണെന്നറിയോ? നിർത്താനല്ല, കുർബാന മര്യാദക്ക് നടത്താനല്ല, മൂപ്പർക്ക് ആ പാട്ട് വളരെ ഇഷ്ടമായിരിക്കണം, ഇതിൽക്കൊന്ന് കയറ്റിക്കാണ്. അപ്പോൾ രാഷ്ട്രീയക്കാരാരാണെന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെതിരെ വടിയോങ്ങിയവർ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളായി വന്നു. എന്നിട്ട് ഈ സാധുക്കളൊക്കെ മത്സരിച്ച ചിഹ്നം കേൾക്കണോ നിങ്ങൾക്ക്? TV, ഫാന്, ഫ്രിഡ്ജ്, അലമാര. തെരഞ്ഞെടുപ്പ് വല്ല കുടിയിരിക്കലും കുറ്റൂസലും തോന്നിപ്പോ. ഞങ്ങൾ കോണി ചിഹ്നത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ മര്യാദക്കാരായി നിലവാരമുള്ള നിലപാടേറ്റ് തറവാടിയായിട്ടാണ് തന്നത്. എന്നാൽ നിങ്ങളോ? ചിഹ്നം ഉണ്ടായിരുന്നില്ല. പല സ്ഥലങ്ങളിലും മാറ്റത്തിനൊരു വോട്ട് എന്നാണ് ചോദിച്ചത്, പക്ഷെ നാറ്റത്തിനൊരു വോട്ടായി മാറി. നിങ്ങളെ വലിപ്പം മനസ്സിലായിപ്പോൾ. സാധാരണ ഞങ്ങൾ CPMൻ്റെ കൂടെ കൂടിയിട്ട് ഞങ്ങൾ ജയിച്ചെന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിനെ ചെറുതാക്കലായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഏറ്റവും വലിയൊരു ഗുണം കിട്ടിയെന്ന് പറഞ്ഞാൽ സുഡാപ്പിയോടും PDPയോടും ജമാഅത്തിനോടൊക്കെ ഒരു കല്യാണം പറഞ്ഞാൽ എത്ര കിലോ അരിയിട്ട് വെക്കണം എന്നൊരു പിടുത്തം കിട്ടിയെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ വിജയം. എന്നാൽ നമ്മളെ മാർച്ചിറ്റ് പാർട്ടി ഉണ്ടല്ലോ, മാർച്ചിറ്റ് പാർട്ടിക്ക് ഇവരോടൊക്കെ വലിയ എതിർപ്പാന്ന് ദേശാഭിമാനി എഴുതും. കൊടിയേരി വളർത്തുന്ന ചോറ്റുപട്ടാളമാണ് സുഡാപ്പി എന്ന് പറഞ്ഞാൽ തെറ്റല്ല. നമ്മൾ കണ്ണൂരിൽ കണ്ടതാണ്. അബ്ദുള്ളക്കുട്ടി മത്സരിച്ചപ്പോൾ ജയരാജൻ്റെ അബ്ദുള്ളക്കുട്ടിയുടെ തെരഞ്ഞെടുപ്പിൽ ഒരു മജീദ് ഫൈസി അവിടെ മത്സരിച്ചിരുന്നത് എന്തിനായിരുന്നു? വോട്ട് ചിഹ്ന ഭിന്നമാകാൻ. അതോടുകൂടി അവസാനിക്കുമെന്ന് കരുതി. കണ്ടോ എത്ര പെട്ടെന്ന് ഇവർ വാർഡാന്തരം മത്സരിച്ചു, എത്ര നോമിനേഷൻ കിട്ടി, എത്ര ലക്ഷങ്ങൾ വാർഡിൽ ചെലവഴിച്ചു. എന്നിട്ടും എന്തേ ഇവർ ക്ലച്ച് പിടിക്കാതെ പോയത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുസ്ലിം വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും ലീഗിനെ കോൺഗ്രസിനെ അനുകൂലിക്കുന്നവരുടെ വോട്ടൊക്കെ ഛിന്ന ഭിന്നമായാൽ അതിൽ നേട്ടം കൊയ്യാൻ ആഗ്രഹിക്കുന്നത് CPM ആണ്.
ലീഗിൻ്റെ തൊട്ടടുത്ത് ലീഗിൻ്റെ പേരിൽ, സമുദായത്തിൻ്റെ പേരിൽ ഓരോ ടീം കടന്നു വന്നാൽ അത് ലീഗിനെ ദോഷം ചെയ്യും. അതുകൊണ്ട് ലീഗ് ഒരിക്കലും അവരെ പിന്തുണക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇവിടെ CPM മനോഹരമായി അബ്ദുൽ നാസർ മഅദനിനെ വേദിയിൽ ഇരുത്തിയിട്ടല്ലേ ഒറ്റപ്പാലത്തെന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ പിന്നെ അതേമാതിരി ഒരാളെ കാണണമെങ്കിൽ ഈ ചരക്കിൻ്റെ മുഖത്ത് നോക്കണമെന്ന്. അബ്ദുൽ നാസർ മഅദനി മഹാത്മാഗാന്ധിക്ക് തുല്യൻ. അബ്ദുൽ നാസർ മഅദനി ഭീകരവിരുദ്ധൻ. കുറ്റിപ്പുറത്തുനിന്ന് ശംഖുമുഖം കടപ്പുറത്ത് വന്നിട്ട് അയാളെ ഇരുത്തിയിട്ട് എത്ര സുഖിപ്പിച്ചു സംസാരിച്ചു. ഞങ്ങളാ എതിർത്തത്. അല്ലെങ്കിൽ ഓരോ മഹലിലും തടിയൻ്റെ ഇവിടെ നസീറും ഫയാസും ഷഫാസും ഷെമ്മി ഫിറോസും ഒക്കെ വളർന്നു വരുമായിരുന്നു. ഞങ്ങളാ എതിർത്തത്. കുഞ്ഞാലിക്കുട്ടി ഇയാൾക്ക് മോശക്കാരനായത് എപ്പോഴാണ്? കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്ക് ചെറുപ്പക്കാരോട് കയറെടുക്കാൻ മഅദനി പറഞ്ഞപ്പോൾ കാള പെറില്ല മക്കളെ എന്ന് പറഞ്ഞു കൊടുക്കാൻ പാഞ്ഞു നടന്നു ഏറനാടിൻ്റെ പുലിക്കുട്ടി, മലബാറിൻ്റെ സിംഹക്കുട്ടി, PK കുഞ്ഞാലിക്കുട്ടി. അതുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി മോശക്കാരനായത്. പാണക്കാട്ട് തങ്ങൾ രാഷ്ട്രീയമാണ് നല്ലത്, ബാലറ്റാണ് പ്രധാനം, ബുള്ളറ്റല്ല. ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് ചെറുപ്പക്കാരെ മുഴുവൻ എരിതിയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, ഈ പാണക്കാട് ശിഹാബിന് ദീന് തിരിയുമോ? ഈ രാഷ്ട്രീയക്കാരനും ജ്വല്ലറിക്കാരനുമായ ഈ സയ്യിദിന് ദീന് തിരിയുമോ? ഞാൻ നേരിട്ട് കേട്ടൊരു പ്രസംഗം തിരുനാവായയിൽ. എന്താ സംഭവം? ഞങ്ങൾ എതിർത്തവരായി ഇവരൊക്കെ. ആ മഅദനിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വലിയ പങ്ക് വഹിച്ചു CPM. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോഴും വഖഫ് ബോർഡിലും ഹജ്ജ് കമ്മിറ്റിയിലും അംഗത്വം നൽകിയത് കുഞ്ഞാലിക്കുട്ടിയും ലീഗും ആൻ്റണിയും കോൺഗ്രസും ഉമ്മൻചാണ്ടിയും അല്ല എന്നുള്ള സത്യം നാട്ടുകാർ മനസ്സിലാക്കണം. അപ്പോൾ ഇവരാരുമായ ബന്ധം ഇവരൊക്കെ വളർത്തിയിട്ട് ലീഗിനെതിരെ ഒരു ബദലാകാൻ ശ്രമിക്കുക. ലീഗ് ഇതെത്ര കണ്ടതാ. അബ്ദുൽ നാസർ മഅദനി വന്ന വരവ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നാടൊന്നാകെ അയാളൊപ്പം നിൽക്കണ്ടേ? നല്ല കരിമ്പൂച്ചിയും കാടമ്പൂച്ചിയും ബൈക്കൊക്കെ പൊട്ടിച്ച് മരണക്കിണറിൽ സർക്കസിൽ വരുന്ന മാതിരി വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി വന്നല്ലോ. എന്ത് ആൾക്കൂട്ടായിരുന്നു മഅദനിയുടെ യോഗത്തിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തിൻ്റെ കാല് നട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രസംഗമുണ്ട്, ഞാൻ ഇന്ന് ഓർക്കുകയാണ്. ഒരു കാല് പോയാൽ എന്താ 1000 കാലിൻ്റെ പിന്നിലില്ലേ? അതിൻ്റെ അർത്ഥം 1000 കാല് എന്ന് പറഞ്ഞാൽ 500 ആൾക്കാരാണ്. ഞങ്ങൾ അന്നേ പറഞ്ഞു നിങ്ങളെ കൂടെ ആളുകളില്ല. അദ്ദേഹം അത് വെച്ച് വരെ എന്തിനധികം സ്വന്തം ഭാര്യയെ അതുവരെ പർദ്ദ ധരിപ്പിച്ചിട്ട് കോടതി വരെ കയറി ഇറങ്ങുമ്പോൾ TV ചാനലിൽ നമ്മൾ കാണുന്ന ചിത്രമല്ല പൊന്നാനി തെരഞ്ഞെടുപ്പിൽ കണ്ടത്. പൊന്നാനി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ജോൺ ബ്രിട്ടാസിൻ്റെ മുമ്പിൽ ഞാൻ തന്നെയാണ് സൂഫിയ എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഭാര്യയെ മുസ്ലിം ലീഗിനെതിരെ ഉപയോഗപ്പെടുത്തി. ഞങ്ങൾക്ക് ഇതിലപ്പുറം കൊട്ടിനി എന്ത് കിട്ടാണ്ട്? അവരെയൊക്കെ ഏണി വെച്ച് കൊടുത്ത് വളർത്തിയത് പിണറായിയും CPM-ആണ്. എന്ത് നേടിയതുകൊണ്ട്? അയാളെ കൂട്ടിലടച്ചു. അയാളെ കൂട്ടിലടക്കുന്നതിൽ മാറ്റിട്ട് പാട്ടിക്ക് പങ്കുണ്ടെന്ന് പൂന്തുറ സിറാജിന് പറയാൻ കാലം കുറേ കാത്തിരിക്കേണ്ടി വന്നു. മാത്രമല്ല ഈ പൂന്തുറ സിറാജ് ഉസ്താദ് എപ്പോൾ ജയിലിലേക്ക് പോകണോ അപ്പം പായുന്നത് പ്രസ്സിൽ റെസീറ്റ് അടിക്കാൻ അനിഞ്ഞ. ഇതാണ് പൂന്തുറ സിറാജിൻ്റെ പണിയെന്ന് നമ്മൾ പറയാൻ തുടങ്ങിയപ്പോൾ ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ ഗഫൂർ പുതുപ്പാടി പറഞ്ഞു പൂന്തുറ സിറാജ് ഉസ്താദ് അങ്ങോട്ട് ജയിലിൽ കയറിയ പിന്നെ പിരിവ്. സത്യമായില്ലേ? ഇപ്പം ആരാ കൂട്ടത്തിലുള്ളത്? തെരഞ്ഞെടുപ്പിൽ തോൽവികൾ ഇങ്ങനെ അറിയുന്നു എന്ന് കണ്ടപ്പോൾ പൂന്തുറ സിറാജ് അന്ന് ബോധം കെട്ടതാ. 2 ദിവസം കഴിഞ്ഞ് ഓർമ്മ വെച്ചപ്പോൾ ആദ്യം പറഞ്ഞത് കിമ്മാനെ കാണണം എന്നല്ല, എനിക്ക് മുസ്ലിം ലീഗിൽ ചേരണം എന്നാ. മുസ്ലിം ലീഗിൽ ഞാൻ സഹായിക്കാം, മുസ്ലിം ലീഗുമായി നീക്കുപോക്കുണ്ടാക്കാം. ആരാ മുസ്ലിം ലീഗുമായിട്ട് നീക്കുപോക്കുണ്ടാക്കണേ? ചെരുപ്പ് കുത്തി MA യൂസുഫ് അലിനോട് പറയാം ഞാൻ ഒരു പാർട്ട്ണർഷിപ്പ് ചേരട്ടെ എന്ന്. ചെരുപ്പ് കുത്തി എവിടെ കിടക്കണേ? യൂസുഫ് അലി എവിടെ കിടക്കണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അഹമ്മദിൻ്റെ ലീഗിനോട് ഞങ്ങൾ സംസാരിക്കണം. അഹമ്മദിൻ്റെ ലീഗ് അറബി ലീഗിലെത്തി. PDP ഇപ്പോഴും പീഡിക്കത്തിണ്ടായില്ല. അറിയോ? അഹമ്മദ് ഐക്യരാഷ്ട്രസഭയുടെ നടുത്തളത്തിലാണ്. പൂന്തുറ സിറാജ് ഇപ്പോഴും ഗ്രാമസഭയുടെ നടുവിലേക്ക് എത്തിയിട്ടുണ്ടോ? ചുടാപ്പിക്കാരെ കേട്ടോ? റാബിത്തത്തുൽ ആലമിലെ ലോക മുസ്ലിം സമ്മേളനത്തിലാണ് അഹമ്മദ് പ്രസംഗിക്കുന്നത്. നിനക്ക് ഇപ്പോഴും മഹലിൻ്റെ ജനറൽ ബോഡിയിൽ പുല്ലുവായൻ്റെ തക്കത്തിരിക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങളെ കണ്ട് പഠിക്ക്. TK ഹംസ വളരെ ചെറുതാക്കി പറഞ്ഞിരുന്നു. TK ഹംസ ഉച്ചക്ക് ചെങ്കൊടി പിടിച്ച് മഞ്ചേരി അങ്ങാടിയിൽ കോന്തനായി നിൽക്കുമ്പോൾ അഹമ്മദ് ഐക്യരാഷ്ട്രസഭയിൽ ഉച്ചകോടിക്ക് കോപ്പൻഹേഗിലാണ്. അത്രയും വലിയൊരു പാർട്ടിയായി ഞങ്ങൾ വന്നു. ആളെണ്ണല്ല ഉള്ളത് കുറുന്നനെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ മനോഹരാക്കി അല്ലേ? അഹമ്മദിനെയാണ് ആര് വെല്ലുവിളിക്കുന്നത്? പൂന്തുറ സിറാജ് ഒരു തവണ നിങ്ങൾ കേട്ടിട്ടില്ലേ? അഹമ്മദിനെ ഞാൻ വെല്ലുവിളിക്കുന്നു, പൊന്നാനിയിൽ ഇന്നേറ്റ് മത്സരിക്കാൻ ധൈര്യം ഉണ്ടോയെന്ന്. പിണറായി ഇരിക്കുമ്പോൾ കുറ്റിപ്പുറത്തുനിന്ന്. ആരാ പൂന്തുറ സിറാജ്?
ഈ സമുദായത്തിൻ്റെ അന്നം തിന്ന് കുരുവാക്കിയ അബ്ദുൽ നാസർ മഅദനിയുടെ അന്നത്തിന് എരിവും പുളിയും ഉണ്ടോ എന്ന് നോക്കുന്ന മാത്രം ഡ്യൂട്ടി. എൻ്റെ അഹമ്മദ് സാഹിബിനോ കേട്ടോ, ഐക്യരാഷ്ട്രസഭയിൽ, സാർക്ക് ഉച്ചകോടിയിൽ, അറബ് ലീഗിൽ, റാബിത്തത്തുൽ ആലമിൽ, അറഫ മൈതാനിയിൽ, എന്തിന് 15 കോടി ഇന്ത്യൻ മുസ്ലിങ്ങൾക്കിടയിൽ 5 തവണ കഅബാലയത്തിൻ്റെ അകത്ത് കയറാൻ ഭാഗ്യം സിദ്ധിച്ച ഏക ഇന്ത്യക്കാരൻ, ഖാദിമുൽ ഹറമൈനിയുടെ കൂടെ കഅബത്തിൻ്റെ ഉള്ളിൽ കയറാൻ ഭാഗ്യം സിദ്ധിച്ച ഏക ഇന്ത്യക്കാരൻ. ലോകത്ത് തിളങ്ങണ ഈ അഹമ്മദിനെയാണ് ഇവൻ വെല്ലുവിളിക്കുന്നത്. ലോക ബോക്സിംഗ് ചാമ്പ്യനെ വെല്ലുവിളിക്കുക. വാതരോഗി, അതും ഒരു TB രോഗം ബാധിച്ച ഒരു വാതരോഗി. നിങ്ങൾ ആലോചിക്കണം, ഞങ്ങളെ കണ്ട് പഠിക്കുക. ആ ഈ അഹമ്മദിൻ്റെ പാർട്ടിയുടെ വോട്ടെണ്ണുന്നത് കണ്ടപ്പോൾ ഇവരുടെ കണ്ണ് തെള്ളിപ്പോയി. എന്നാ ദേശാഭിമാനിയോ മാർക്സിസ്റ്റ് പാർട്ടിയോ പിണറായിയോ അവരുടെ ചാനലോ ഈ കാര്യം പറയുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വോട്ടിങ്ങനെ എണ്ണുമ്പോൾ എല്ലാ സ്ഥലത്തും മുസ്ലിം ലീഗിന് മുന്നേറ്റം. മുസ്ലിം ലീഗ് കേരളത്തിലെ ഏറ്റവും ഭൂരിപക്ഷമുള്ള ഒറ്റക്കക്ഷി. ജയിച്ച ആളുകളുടെ വോട്ടിൻ്റെ എണ്ണം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗിന്. ഏറ്റവും കൂടുതൽ ആളുകളെ നിർത്തി ജയിപ്പിച്ച പാർട്ടി ലീഗ്. കുറച്ച് ആൾക്കാരെ ലീഗിൻ്റെ തോറ്റിട്ടുള്ളൂ. അങ്ങനെ വേറൊരു പാർട്ടി ഇല്ല എന്ന് മറ്റുള്ള ചാനലൊക്കെ ഇങ്ങനെ പറഞ്ഞ് മുസ്ലിം ലീഗിൻ്റെ മധുഹ് പറയുമ്പോൾ കൈരളി ചാനലിൽ അപ്പോഴും പാചകറാണി അച്ചാറുണ്ടാക്കുകയാണ്. അവിടെ 3-ാം വാർഡ് പിടിച്ചടക്കി എന്ന് പറയുമ്പോൾ ഇവർ 3 ഉള്ളി എടുത്തിട്ട് വെട്ടി നിർക്കുകയാണ്. അവിടെ ഇഞ്ചി നീരിൽ പിടിച്ചെടുക്കുകയാണ്. അവിടെ 5-ാം വാർഡ് തിരിച്ചു പിടിച്ചു എന്ന് പറയുമ്പോൾ അവിടെ മഞ്ചേരി നഗരസഭയടക്കം എല്ലാ നഗരസഭയും UDF ഇളക്കി മറിച്ചു എന്ന് പറയുമ്പോൾ ഇവർ വലിയ ചട്ടകം എടുത്തിട്ട് ഇളക്കി മറിച്ചാണ്. പാചകറാണി അച്ചാറായിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മര്യാദക്ക് ജയിച്ചാൽ ജയിച്ചു എന്ന് പറയണം, തോറ്റാ തോറ്റു എന്ന് പറയണം. ഞങ്ങൾ പറയലുണ്ടല്ലോ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് പരാജയപ്പെട്ടപ്പോൾ കുറ്റിപ്പുറത്തുനിന്ന് അമൃത TV-യുടെ മുമ്പിൽ ആദ്യം കണ്ടത്. അമൃത TV-ക്കാർ ചോദിച്ചു, എന്തു പറയുന്നു? തോൽവി തോൽവി തന്നെ, തോൽവി തോൽവി തന്നെ, ജനവിധി മാനിക്കുന്നു. എൻ്റെ ശിഹാബ് തങ്ങളോട് ചോദിക്കും, തങ്ങളെ എന്തു പറയുന്നു? ശിഹാബ് തങ്ങൾ പറയും, ജനവിധി മാനിക്കുന്നു, മാന്യമായ പ്രതിപക്ഷമായി തുടരും. എൻ്റെ CH ഉള്ള കാലത്ത് ചോദിക്കും, പ്രിയപ്പെട്ട CH എന്തു പറയാനുണ്ട്? പത്രക്കാരോട് CH പറയും, ഭരണപക്ഷത്തിരിക്കുന്ന മുസ്ലിം ലീഗ് മുസ്ലിങ്ങളാദി ന്യൂനപക്ഷങ്ങൾക്ക് ആശ്വാസമേകുന്ന ഒരു കുളിർക്കാറ്റാണ് എങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന മുസ്ലിം ലീഗ് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഗർജിക്കുന്ന ഒരു കൊടുങ്കാറ്റാണ്. അതൊരു കിൻഡല, അതിലെല്ലാം ഉണ്ടാവും. അതാണ് ആൺകുട്ടികളെ വർത്താനം. ഉരുണ്ട് കളിക്കലില്ല. പിണറായി എത്ര ദിവസം ഉരുണ്ട് കളിച്ചു? ഉരുണ്ട് കളിച്ചിട്ട് എന്താ കാര്യം? സകല മനുഷ്യന്മാരെ കണ്ണീരില്ല ഞങ്ങൾക്ക്. ആ വീരേന്ദ്രകുമാർ കരഞ്ഞിറങ്ങിയിട്ടല്ല പടി ഇറങ്ങിപ്പോകുന്നത്. വെളിയം ഭാർഗവനെ ഇരുത്തിക്കൊണ്ടല്ല പിണറായി പറഞ്ഞത്, മിസ്റ്റർ വെളിയം ഞങ്ങളെ പാർട്ടി ഓഫീസായിപ്പോയി. അല്ലെങ്കിൽ കാട്ടം തെറിപ്പിക്കുന്നല്ല അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ മിസ്റ്റർ വെളിയം എന്നേക്കാൾ പ്രായം കൂടിപ്പോയി, എൻ്റെ വാപ്പാൻ്റെ പ്രായം ഉണ്ടായി, അല്ലെങ്കിൽ അടിച്ച് നേരം വെളിയം ഭാർഗവനോട് പറഞ്ഞതാണ്. ആ പൊന്നാനി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വീരേന്ദ്രകുമാർ പോന്നു, പിന്നാര് പോന്നു? വെളിയം ഭാർഗവൻ, വീരേന്ദ്രകുമാർ പോന്നു, PJ ജോസഫ് പോന്നു. ഇനി ആരാ അതിൻ്റെ അകത്തളത്തിലുള്ളത്? ഞങ്ങളെ കൂടത്തിന്ന് ഒരു കൈപ്പപ്പരലാണ്ട് ചാടിയത് KT ജലീൽ. ഞങ്ങൾ അവിടുന്ന് കൊടുക്കുന്നത് ആദ്യം തന്നെ വലിയ കണ്ണൻ അബ്ദുള്ള കുട്ടി, വലിയ വാള മുള്ളുവാള ശ്യാം സുന്ദർ, ഡോക്ടർ മനോജ്, ശിവരാമൻ, ഇപ്പോൾ ഇരുതല മൂർച്ചയുള്ള വമ്പൻ സ്രാവായ മഞ്ഞളാങ്കുഴി അലിയവരെ ഞങ്ങൾ പച്ചക്കൊടി പിടിച്ചും കണ്ടെത്തിച്ചിരിക്കുക. ഞാൻ ഇപ്പം കണ്ട് വരുമ്പോൾ മലപ്പുറത്ത് സമ്മേളനം നടക്കുക. വലിയ റാത്തീബിൾ കൊടുക്കുന്ന മങ്കൂസ് മൗലൂദിന് വന്ന് കളിയാണ്. അറിയാം ഞങ്ങൾ മലപ്പുറത്ത് സമ്മേളനം നടക്കുക. മലപ്പുറം സമ്മേളനത്തിൽ ഇപ്പോൾ മഞ്ഞളാങ്കുഴി അലിയുടെ പ്രസംഗം നടക്കുക. നിങ്ങൾക്കറിയോ? മുസ്ലിം ലീഗിൻ്റെ കൊടി പിടിപ്പിച്ചു അല്ലേ? ലീഗിൻ്റെ പതാക ഇനി റെയിൽവേ സ്റ്റേഷനിലെ കാണുമെന്ന് പറയുന്ന പിണറായിയുടെ മന്ത്രി വിജയകുമാറിൻ്റെയും രാജേഷിൻ്റെയും രാകേഷിൻ്റെയും കയ്യിലൊക്കെ പുതിയ ട്രെയിൻ വരുമ്പോൾ ഈ അഹമ്മദ് ഈ കൊടിയാണ്ട് കൊടുത്തിട്ട് വീശൂടിയടാ വീശ് എന്ന് പറഞ്ഞിട്ട് കേരളൊട്ടാകെ വീശിക്കൊണ്ടിരിക്കല്ലേ. എന്താ മുസ്ലിം ലീഗിനെതിരെ നിങ്ങൾ അഴിച്ചുവിട്ട എല്ലാം പോയില്ലേ? നിങ്ങളൊരു KT ജലീലിനെ കൊണ്ടുവന്ന് കളിപ്പിക്കാൻ നോക്കിയത്. ഞങ്ങളതിലപ്പുറത്തേക്കെത്തി. നിങ്ങൾ ആലോചിക്കണം, നിങ്ങളെ സകല ബർക്കത്തും പോയത് എവിടെയെന്ന് അറിയാം സഖാക്കളെ? നിങ്ങളെ മലപ്പുറത്ത് സ്റ്റേറ്റ് സമ്മേളനം വെച്ചതോടുകൂടിയാണ്. വേറെ എത്ര നല്ല സ്ഥലം ഉണ്ടായില്ല? അവിടെ വെച്ചു. രാമനാട്ടുകരയിൽ സദ്ദാം ഹുസൈൻ സ്മാരക ഗേറ്റ്, നേരെ ആലി മുസ്ലിയാർ സ്മാരക ഗേറ്റ്, അവിടെ പരപ്പനങ്ങാടി ചെന്നപ്പോൾ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ സ്മാരക ഗേറ്റ് ഇവരെ സമ്മേളനത്തിൻ്റെ ബാനറുകളാണ്. മഖ്ദൂം തങ്ങൾ സ്മാരക ഗേറ്റ് പൊന്നാനിയിൽ, വെളിയങ്കോട്ട് ഉമർ ഖാദി സ്മാരക ഗേറ്റ് ഇവരക്കാരങ്ങളെ പോളിറ്റി ബ്യൂറോ മെമ്പർമാരാ. എന്തേ ചെഗുവേര വെക്കാതിരുന്നത്? എന്താ കാർൽ മാക്സ് വരാതിരുന്നത്?
സമുദായത്തെ കയ്യിലെടുക്കാനുള്ള തന്ത്രങ്ങളായിരുന്നു. ഉള്ളതും പോയി, ഇപ്പോൾ ഉള്ള ബർക്കത്തും പോയി. മാർക്സിസ്റ്റ് പാർട്ടി നിസ്കാര തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് മഞ്ചേരിയിൽ ടി കെ ഹംസാക്ക ജയിച്ചപ്പോഴാണ് അല്ലേ? ടി കെ ഹംസാക്ക ജയിച്ച് മജീദ് സാഹിബ് തോറ്റ സമയത്ത് കലാകൗമുദിയിൽ പേര് വെച്ചെഴുതിയൊരു ലേഖനമുണ്ട്. എം ഉമ്മർ മാസ്റ്റർ, മലപ്പുറത്തിനായി ചുവന്ന തൊപ്പി എന്നാണ് അതിൻ്റെ ഹെഡിങ്. അതിൽ പറയുന്നു, വേണ്ടി വന്നാൽ ഞങ്ങൾ നിസ്കാര തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കും. വെറുതെ പറയല്ല, നിസ്കാര തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞ ആളുകളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ടി കെ ഹംസാക്ക എന്ന് പറഞ്ഞതാണ്. ഇപ്പോഴോ മഞ്ചേരിയും പൊന്നാനി, മലപ്പുറവും പൊന്നാനിയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഷ എന്തായിരുന്നു? നമുക്ക് മണ്ഡലം മലപ്പുറവും പൊന്നാനിയായിരുന്നെങ്കിൽ ടി കെ ഹംസ പറഞ്ഞു, അതല്ല, പൊന്നാനി ബദറാണ്, മലപ്പുറം ഒഹദാണ്. പക്ഷെ ആ ചങ്ങായി ഹന്തക്കിൻ്റെ കിടങ്ങിലാണ് വീണത്. പൊന്നാനിയും മലപ്പുറവും ബദറും ഒഹദുമാണ്. നമ്മളൊക്കെ 18 വയസ്സ് കഴിഞ്ഞവർക്ക് ആ വോട്ട് എന്ന് പറഞ്ഞു. ഇവരാർക്കാ വോട്ട് എന്ന് പറഞ്ഞ്? മലക്കോൾക്ക്. മലക്കോൾ ഇറങ്ങി പാർട്ടിക്ക് വോട്ട് ചെയ്യും തന്നെ. തീരെ നാണുമാനുമില്ല. ഇപ്പോഴും ഇപ്പോൾ ഇടക്കടുത്ത് മൂപ്പര് പറയുകയാണ്, ഞാൻ തോറ്റാലും ഇപ്പോഴും MP പവറാണ്. ടി കെ ഹംസാക്ക ശരിയാണ്. മൂപ്പര് വിചാരം MP എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് പട്ടുറുമാൽ എന്നാണ്. ആവോ എനിക്കറിയില്ല. ഞങ്ങളെ കണ്ടുപിടിക്കണോ? ആണത്തത്തോടുകൂടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് ഉജ്ജ്വലമായ വിജയം നേടി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഞങ്ങൾ വേണ്ടുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാ മനുഷ്യന്മാരും നിങ്ങൾക്കെതിരെ തിരിഞ്ഞു. നിങ്ങളെ കൂടാരത്തിൽ തന്നെ. ഇനി RSP കേൾക്കണ, കേരള കോൺഗ്രസ്, ഇനി ഏത് കക്ഷികളാണ് ആ കൂട്ടത്തിലുള്ളത്? ജനതാദളിൻ്റെ ഒരു കഷ്ടം പോന്നു. ഇനി ആരാളുള്ളത്? CPI വെറുപ്പിലാണ്. CPMകാരായ പല സഖാക്കളും ഇന്നത്തെ മഞ്ഞളാംകുഴി അലിയുടെ സമ്മേളനത്തിന് വലിയ പ്രത്യേകത ഉണ്ട്. എന്താ? പല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, അതും ചില്ലറ സഖാക്കളൊന്നല്ല, ബ്രാഞ്ച് കമ്മിറ്റി എന്നൊക്കെ മുത്തഫരി തോതിയിട്ട് ചൈനയിൽ പോയി സെനത് വാങ്ങിയവരൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. അവരൊക്കെ വന്നിട്ടാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ മെമ്പർഷിപ്പ് വാങ്ങുന്നത്. ഹൈദരലി ശിഹാബ് തങ്ങളെ മുമ്പിൽ നിന്ന്. അറിയോ? ഹൈദരലി ശിഹാബ് തങ്ങളെ കയ്യിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് വാങ്ങി മുസ്ലിം ലീഗിൽ ചേരുക. എന്താ കാരണം? മാർക്സിസ്റ്റ് പാർട്ടി പഴയ മാർക്സിസ്റ്റ് പാർട്ടിയല്ല. ആ മാർക്സിസ്റ്റ് പാർട്ടി പരേതനായ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഇപ്പോഴത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏകദേശ രൂപ എൻ്റെ സുഹൃത്ത് ഷഹീർ നെല്ലൾ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവർക്ക് എന്താ ഇപ്പോൾ കൈമുതൽ? കളിച്ചു രസിക്കാൻ ഒരു വിസ്മയ പാർക്ക്, രമിച്ചു നടക്കാൻ ഒരു കണ്ടൽ പാർക്ക്, ചൂതാട്ടത്തിന് മാർട്ടിൻ ലോട്ടറി, വിളയാട്ടത്തിന് വിഷക്കള്ള്, പേക്കൂത്തിന് ആഭ്യന്തര വകുപ്പ്. പിന്നെന്താ നിങ്ങളെ കയ്യിലുള്ളത്? ഇതല്ലാതെ വേറെന്താ നിങ്ങളെ കയ്യിലുള്ളത്? ആളുകളെ മുഴുവൻ വെറുപ്പിച്ചു അല്ലേ? ഈശ്വരനിൽ വലിയ വിശ്വാസമൊന്നുമില്ല, കോടീശ്വരനിൽ ഭയങ്കര വിശ്വാസമാണ്. ഓരോ രംഗത്തും നോക്കൂ. പിണറായി നാരാ കോടികളുടെ ആസ്തിയുള്ളൊരു പാവപ്പെട്ട തൊഴിലാളിയാണ് മൂപ്പര്. അറിയോ എവിടെ എത്തിയുന്ന പാർട്ടിയുടെ സ്ഥിതി? അച്യുതാനന്ദനാ പറഞ്ഞ പൈസ തിരിച്ചു കൊടുക്കണം. പലരും പറഞ്ഞു വാങ്ങിയത് തിരിച്ചു കൊടുക്കണം, കൈക്കൂലി വാങ്ങുക, തിരിച്ചു കൊടുക്കുക. അത് പത്രത്തിൽ വരിക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വ്യാജം എന്ന് പറഞ്ഞാൽ എല്ലാം വ്യാജം, തൊടുന്നത് മുഴുവൻ വ്യാജം. എത്ര സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി? നിങ്ങളെ പഞ്ചായത്തിലുണ്ടായോ അങ്ങനെ കുറച്ച് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്? ഉണ്ട് എന്നാക്ക് കേൾക്കാൻ തോന്നുന്നു. അതെ, കണ്ണൂരിലെ തെരഞ്ഞെടുപ്പിൽ ഇവരുണ്ടാക്കിയ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കക്കൂസിന് നമ്പർ ഇട്ടിട്ടാണ്. അതന്നെ ആ കക്കൂസിൽ 14 ആൾ ജമാഅത്തായിട്ട് കക്കൂസിൽ പോയാൽ ഞങ്ങളൊക്കെ ആദ്യമായിട്ട് കേൾക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ 14 ആളുകളെ ഒരു ബിൽഡിങ്ങിൻ്റെ നമ്പർ, പാർട്ടി ഓഫീസിൻ്റെ നമ്പർ ഇട്ട് ആളെ ചേർക്കുക. എന്തൊക്കെ കൃത്രിമം ചെയ്തു? അച്യുതാനന്ദൻ പറഞ്ഞല്ലോ മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ച് പാസ്സാവുന്നു. നിങ്ങളൊക്കെ ആ ഗുരുത്തക്കേടും സംഭവിച്ച് SSLC ബുക്ക് തിരുത്തുക. മന്ത്രിമാരുമായി ബന്ധമില്ലാത്ത ഒരു കുലുമാലുമില്ല കേരളത്തിൽ. എല്ലാവരും കൃത്രിമം കാണിച്ചു. ഇപ്പം ഞാൻ ദേശാഭിമാനിൽ ഒരു വാർത്ത കണ്ടു. ഈ പ്രാവശ്യത്തെ ബമ്പർ ലോട്ടറി അടിച്ച ചങ്ങായി എത്തുന്നതിൻ്റെ മുമ്പ് വേറൊരാൾ ടിക്കറ്റ് തിരുത്തിയിട്ട് എത്തി ബാങ്കിൽ. കാരണം ഇവർ മൊത്തം തിരുത്തലേരാണ്. ആ ഉള്ള നേരം കൊണ്ട് ശ്രീമതി ടീച്ചറെ സ്റ്റാഫിലൊരു ചങ്ങായി അഹമ്മദ് സാഹിബിൻ്റെ ലെറ്റർ പേഡ് അടിച്ചല്ലോ. അത് അറിഞ്ഞിക്കണം നിങ്ങൾ. എന്നാൽ അറിയാത്തവരറിഞ്ഞോളി. എന്താണ്? ഈ അഹമ്മദ് സാഹിബിൻ്റെ ലെറ്റർ പേഡ് അടിച്ചു. ആര്? ശ്രീമതി ടീച്ചറെ സ്റ്റാഫിൽ ഒരാൾ. നോക്കണം നിങ്ങൾ. ആരും മോശമല്ല, ആരും മോശമല്ല. ഓരോരുത്തർക്കും തോന്നിയ രൂപത്തിൽ വലിയ നേതാവ് വലിയ കക്കൽ. നേരത്തെ ഷെയർ ഇവിടെ പറഞ്ഞ പോലെ ബ്രാഞ്ച് കമ്മിറ്റിയുള്ളത് അതിനനുസരിച്ചുള്ള മോഷണം. എല്ലാം സർവം വ്യാജം, എല്ലാം വ്യാജം.
എന്തൊക്കെ കാര്യങ്ങളാണ്. കണ്ണൂർ കലക്ട്രേറ്റിൽ ചോദ്യപേപ്പർ ചോർത്തിയിട്ട് 8 ആൾ കയറിയിട്ടുണ്ട്. ഞാൻ അഹമ്മദ് സാഹിബിൻ്റെ നാട്ടിൽ പോയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിതാ വിവരാവകാശ നിയമത്തിന് കൊടുത്തിക്കണം. അതോടുകൂടി ഇവർ വിറക്കൽ തുടങ്ങി. നിങ്ങളറിയോ, 8 ലക്ഷം 9 ലക്ഷമൊക്കെ കൈക്കൂലി വാങ്ങിയിട്ട് PSCയുടെ തട്ടിപ്പ് നടത്തിയിട്ട് 8 ആൾ എഴുതുമ്പോൾ അവിടെ 18 ആളെയും 10 ആളെയൊക്കെ എഴുതിയിട്ടുണ്ട് കൊണ്ടേ കൊടുത്തു. എന്നിട്ട് പാവപ്പെട്ട എത്ര ചെറുപ്പക്കാർ ഇതിനു വേണ്ടി ദാഹിച്ച് നിൽക്കുമ്പോൾ കൃത്രിമമായ മാർഗം സ്വീകരിച്ച് സർക്കാരിൻ്റെ ശമ്പളം കൊടുക്കുന്നത്. നമ്മൾ വിചാരിച്ച് ഇത് ഒന്നേ ഉണ്ടാവുകയുള്ളൂ എന്ന്. കുടിക്കടം പകർത്തൽ തുടങ്ങിയടോ, കുടിക്കടം പകർത്തൽ തുടങ്ങി. ഒരു തലക്കെന്ന് നോക്കാൻ പോവുക. എല്ലാ ഓഫീസും പഞ്ചായത്തുകളും ഡ്രൈവർമാരെ പോസ്റ്റിങ്ങും പോലീസിൽ 1117 പോലീസുകാരെ വ്യാജന്മാരായിട്ട്. മുഴുവൻ വ്യാജം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കേസിൽ പിടിക്കപ്പെടുന്ന പ്രതികളൊക്കെ മന്ത്രിമാരുമായി ബന്ധം. ശ്രീമതി ടീച്ചർ കണ്ടു, മറ്റാൾ കണ്ടു, അല്ലേ? ഇപ്പോൾ കണ്ടോ നിങ്ങൾ? ഇപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരാൾ JP എന്ന് പറയുന്ന ജനാർദ്ദൻ പിള്ളയുടെ മോള് ലെന ഒരു മന്ത്രിയുടെ സ്റ്റാഫിൽ. മന്ത്രിയുടെ സ്റ്റാഫാകുക എന്ന് പറഞ്ഞാൽ ഒരു ബന്ധം ഉണ്ടാവില്ല നിങ്ങൾ കരുതുന്നു? മന്ത്രിയുടെ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാനും അസ്കറും ഷഹീറൊക്കെ ഒരു മന്ത്രിയുടെ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ പാർട്ടിയുമായി ഞങ്ങൾക്കൊരു ബന്ധം ഉണ്ടാവും, അല്ലേ? നമുക്ക് ആർക്ക് കിട്ടിയാലും ചില്ലറക്കാരനായ ഒരാളെ പിടിച്ചിട്ട് സ്റ്റാഫാക്കുമോ? നോക്കണം. ഏതാക്കം ഇനിയിപ്പോൾ വേറുണ്ട്. കേരളത്തിൽ പിടിക്കപ്പെടുന്ന കേസിൽ 80-ലധികം കേസിൽ ക്രിമിനൽ പുള്ളിയായി നടക്കുന്ന ഒരാളുണ്ട്. പേര് ബിനീഷ് കൊടിയേരി. ആരാത് ചരക്ക്? കൊടിയേരി ബാലകൃഷ്ണൻ്റെ മോനാ. ആരായി കൊടിയേരി? പഠിക്കണം നിങ്ങൾ. കൊടിയേരി പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് വെച്ചും ബോംബുണ്ടാക്കുമെന്ന് പറഞ്ഞ ആളാ. മൂപ്പരാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ആൾ. ഫയർഫോഴ്സിന് തന്നെ തീ പിടിച്ചാൽ പിന്നെ എന്തുകൊണ്ടിട്ടാണ് കെടുത്തുക? മൂപ്പരാ കേരളത്തിൻ്റെ ക്രമസമാധാന ഡ്യൂട്ടി ഉള്ളത്. പിന്നെ ഈ കേരളം എങ്ങനെ നന്നാവുക? അതിൻ്റെതല്ലേ ഈ മോന്. നിസ്കാരക്കുപ്പായത്തിൻ്റെ ബാക്കിയല്ലേ മക്കനാ. പിന്നെ എങ്ങനെ നേരാകാനാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മന്ത്രിമാരും നേതാക്കളും തമ്മിൽ പിടിക്കപ്പെടാത്ത ഒരു പ്രശ്നമില്ല, എല്ലാറ്റിലും പിടിക്കപ്പെടുകയാണ്. ഇങ്ങനെ ഒരു ഭരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഒന്നിനും നേരമില്ല, അല്ലേ? ഒരു സംഭവത്തിനും നേരമില്ല. ഇതുവരെ സ്കൂൾ കുട്ടികളുടെ പുസ്തകം അടിച്ചിട്ടില്ല. മാർച്ച് വരാനായി 3 മാസം കൂടി ഉള്ളൂ. ഇത് ഡിസംബറാ. ഫോട്ടോസ്റ്റാറ്റ് വരെ കൊടുത്തിട്ട് സ്കൂളുകളിൽ നടത്തുന്നുണ്ട്. അറിയോ നിങ്ങൾക്ക്? ഒരു ഭാഗത്ത് ചെത്തുതൊഴിലാളി യൂണിയൻ്റെ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നതും പിണറായി, മറുഭാഗത്ത് മദ്യവർജന സമിതിയുടെ ധർണ ഉദ്ഘാടനം ചെയ്യുന്നതും പിണറായി. ഒരു ഭാഗത്ത് മുഅല്ലിമീങ്ങൾക്ക് ക്ഷേമനിധി പ്രഖ്യാപിക്കുന്നത് പാലോളി, മറുഭാഗത്ത് മദ്രസയുടെ സമയം, സ്കൂൾ സമയം മാറ്റി മദ്രസ അവതാളത്തിലാക്കുന്നതും ഇതേ ടീം. ഒരു ഭാഗത്ത് ഹജ്ജ് ഹൗസ് നിർമ്മിച്ചു എന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളുന്നതും ഇതേ പാർട്ടി, മറുഭാഗത്ത് ഹജ്ജാജിമാരെ കടവത്തൂരിൽ വെച്ച് ആക്രമിക്കുന്നതും ഇതേ പാർട്ടി. നിങ്ങൾ ആലോചിക്കണം. മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അതാണ്. ഇരട്ടത്താപ്പ്. സമുദായത്തെ കയ്യിലെടുക്കാൻ ഓരോ പരിപാടികൾ ആവിഷ്കരിക്കും. നിങ്ങൾക്കറിയോ? 10-35 സ്കൂളുകൾ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ആ 10-35 സ്കൂൾ കിട്ടാനല്ല, ആ 35 സ്കൂളുകൾക്കെതിരെ ലിഡ ജേക്കബ് എന്ന് പറഞ്ഞ കമ്മീഷൻ വളരെ മനോഹരമായ റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു സ്കൂൾ ഒരു സ്ഥലത്ത് സ്ഥാപിക്കുമ്പോൾ അതിന് ഷർത്തും ഫറലൊക്കെ ഇന്നത് വേണമെന്ന് ലിഡ ജേക്കബ് വളരെ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം? സ്കൂൾ കിട്ടാത്തവരോട് പറയാതെ മാർക്സിസ്റ്റ് പാർട്ടി ഇതാ കൊടുക്കണേ, വാങ്ങിക്കോളൂ എന്ന് വലിയ ബോർഡ് വെച്ചിക്കണം. സ്വാഗതം, കടന്നു വരുവീൻ. നാട്ടുകാരോട് മുഴുവൻ കല്യാണം പറഞ്ഞിങ്ങനെ. പക്ഷേ 10 കിലോട്ടിട്ട് വെച്ചിട്ടുള്ളൂ. പണ്ടാരി സ്വിപ്പായോ? എന്താ സംഭവം? ആളുകൾ കണ്ട ട്യൂബ് ലൈറ്റും ജനറേറ്ററും സ്വാഗതം എന്നുള്ള ബോർഡും. അവിടെ ഭയങ്കര കല്യാണം, ആചാര കല്യാണം സൂപ്പറാണെന്നറിയും. ആചാര്യ ഇവിടെ പണ്ടാരിനോട് പറഞ്ഞിരിക്കണം എന്താ 10 കിലോട്ട് വെച്ചാൽ മതി. എത്ര ആൾക്ക് കൊടുക്കാൻ സാധിക്കും? വളരെ മനോഹരമായി ഇവരുടെ നിലപാട്. മുസ്ലിങ്ങളെ കയ്യിലെടുക്കാൻ ഒരു ഭാഗത്ത് ഒരു കോലത്തിൽ. നിങ്ങൾ കണ്ടില്ല സച്ചാർ സമിതിയെ ഇതുവരെ നടപ്പിലാക്കാത്ത ഈ ഗവൺമെൻറ് കേന്ദ്രം തന്ന മദ്രസ ഗ്രാൻഡ് ഉൾപ്പെടെ എല്ലാം തട്ടിത്തെറിപ്പിച്ചു. നിങ്ങളൊക്കെ ഒരു ദിവസത്തെ കൂലിവേല ഒഴിവാക്കിയിട്ട് 50 രൂപയുടെ മുദ്രപേപ്പറിന് കാവൽ നിന്നവരാ. ആ മുദ്രപേപ്പർ എവിടെ? നിങ്ങൾ ആലോചിക്കണം. ഈ ഗവൺമെൻറ് ചെയ്ത പണി എന്താ? കേന്ദ്രം തന്ന നന്മകൾ മുഴുവൻ തട്ടിത്തെറിപ്പിച്ചു. എന്നിട്ട് പേര് മാറ്റിയിട്ടു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പിന് അയ്യങ്കാളി എന്നൊരു പേര്. സച്ചാർ സമിതി, വലിയ പണ്ഡിതനായ അറിയപ്പെടുന്ന ആളായിട്ടുള്ള സച്ചാർ സമിതി ഞാൻ വിശദീകരിക്കുന്നില്ല. അതിന് പകരം പേരിട്ട് 4ാം ക്ലാസ്സും ഗുസ്തിയുള്ള നമ്മളെ പാലോളി മുഹമ്മദ് കുട്ടിയാക്കാൻ്റെ പേരാട്ടത്. പാലോളി കമ്മിറ്റി. ആ കമ്മിറ്റി എന്താ ചെയ്തത്? കോഴിക്കോട് മുതലക്കുളം മൈതാനിയിലൊരു യോഗം. ആ യോഗത്തിൽ വെച്ച് എന്താ നിങ്ങൾ എടുത്ത ഓഫർ എന്താ?
എന്താ നിങ്ങൾ ചെയ്തത്? നിങ്ങൾ അവിടെ നടത്തിയൊരു പ്രഖ്യാപനം മാത്രമേ ഇപ്പം അന്തരീക്ഷത്തിലുള്ളൂ, വേറൊന്നുമില്ല. എന്താ പ്രഖ്യാപനം? ശ്രീരാമകൃഷ്ണൻ എന്ന് പറയുന്ന DYFIയുടെ നേതാവ് അവിടെ ഒരു അനൗൺസ് ചെയ്തു, സഹോദരിമാരെ നിങ്ങൾക്ക് വുളു ചെയ്യാനുള്ള ഹൗള് അപ്പുറത്തുണ്ട്, സഹോദരന്മാരെ നിങ്ങൾക്ക് വുളു ചെയ്യാനുള്ള ഹൗള് അപ്പുറത്തുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ വുളു ഹൗളും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താ? അപ്പം ഞങ്ങൾ ഇതിൻ്റെ ആളുകളാന്ന് വരുത്തി തീർക്കുക, ഞങ്ങൾ സമുദായത്തെ കാക്കണവരാണ്, മുസ്ലിങ്ങളുടെ സംരക്ഷകരാണ് എന്ന് വരുത്തി തീർക്കുക. സച്ചാർ സമിതി എന്ന് പേരിട്ടുകൊണ്ട് കണ്ടോ, നിങ്ങളിവിടെ അറബ് ഭാഷയെ ഞെരുക്കിക്കൊണ്ടിരിക്കുക, അറബ് ഭാഷയെ ഞെരുക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ചെയ്ത പണി കണ്ടോ? ഞങ്ങളൊരു കാലത്ത് ഇതിനെതിരെ സമരം ചെയ്തത് നാട്ടുകാർക്ക് ഓർമ്മ ഉണ്ടാകും. അറബ് നാട്ടിൽ പണി വേണം, അറബ് നാട്ടിലെ പണവും വേണം, അറബ് ഭാഷ പഠിക്കാൻ മാത്രം കേരള നാട്ടിൽ ഇടമില്ലേ എന്ന് ചോദിച്ച് എൻ്റെ മജീദും റഹ്മാനും കുഞ്ഞിപ്പയും കൽബ് കൊടുത്ത് കരൾ കൊടുത്തിട്ട് സംരക്ഷിച്ചത് അറബ് ഭാഷ. അറിയോ, ഞങ്ങളെ പ്രിയപ്പെട്ട 3 ആളെ ബലി കൊടുത്തിട്ടാണ് ഞങ്ങൾ ഭാഷ സംരക്ഷിച്ചത്. ആ അറബ് ഭാഷയ്ക്ക് ഇന്ന് കേരളത്തിൽ അധ്യാപകന്മാരുണ്ട്. സുന്നിയും മുജാഹിദും ജമാഅത്തും അഹ്ലെ ഹദീസും അഹ്ലെ ഖുർആനും തബ്ലീഗും സമസ്തിയും ദക്ഷിണയും എല്ലാം എല്ലാ ആളുകൾക്കും അറബിക്ക് അധ്യാപകരും അതിൻ്റെ പോസ്റ്റുകളും ശമ്പളവും 1-ാം തീയതി കിട്ടുന്നു. കേരളത്തിലേ ഉള്ളൂ. അൽഹംദുലില്ലാഹ്. ഇന്നലത്തെ പത്രം വായിച്ചോ നിങ്ങൾ? ഇന്നലെ തമിഴ്നാട്ടിലെ ഉറുദുവും അറബിയും അവിടുത്തെ പഠനവുമായി ബന്ധപ്പെട്ട ഭാഷയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. കരുണാനിധി എങ്ങനെ കിട്ടിയതാ? വായിക്കണം. ഇന്നലത്തെ പത്രം ചൂടാറിയിട്ടില്ല, ഫാസ്റ്റ് ഫുഡാ. ഇന്നലെ നോക്കിക്കോ പോയിട്ട്, ഇന്നലത്തെ പത്രത്തിൽ കാണാം. ഇന്നലത്തെ പത്രത്തിൽ എന്താ? കരുണാനിധി മുസ്ലിം ലീഗിൻ്റെ തമിഴ്നാട് സമ്മേളനത്തിൽ വന്നിരിക്കുന്നു. ഹൈദരലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും അഹമ്മദ് സാഹിബ് ഇരിക്കുന്ന വേദിയിൽ അവരുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, കരുണാനിധിയുടെ മകൻ, മരുമകൾ, മറ്റ് വേണ്ടപ്പെട്ട ആളുകളും മന്ത്രിമാരും, അതുപോലെ കരുണാനിധി ഇരിക്കുന്ന വേദിയിൽ നമ്മൾ പറയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. കരുണാനിധി പറയാണ്, നിങ്ങൾ ചോദിച്ചോളി, ഞാൻ തരാം. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി എനിക്ക് മറക്കാൻ പറ്റൂല. ഏതായി മുസ്ലിം ലീഗ്? കേരളക്കരയിൽ നിങ്ങൾക്കറിയുമോ, നമ്മൾ ഇവിടെ പാണക്കാട്ട് തങ്ങളെ പേരിൽ ഒരു ആശുപത്രി ഇപ്പം ഉണ്ടാക്കുന്നു. നേരെ മറിച്ച് നിങ്ങൾക്കറിയണേ, ഖായിദെ മില്ലത്തിൻ്റെ പേരിൽ ഒരു ജില്ല ഉണ്ട് തമിഴ്നാട്ടിൽ. നാഗപട്ടണം ആസ്ഥാനമായ ആ ജില്ലക്ക് ഖായിദെ മില്ലത്ത് ജില്ല എന്ന് പേരുണ്ട്. ശിഹാബ് തങ്ങളെ സ്റ്റാമ്പ് ഇപ്പോഴേ ഇറങ്ങിയിട്ടുള്ളൂ. ഖായിദെ മില്ലത്തിൻ്റെ സ്റ്റാമ്പ്, മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ സ്റ്റാമ്പ് നേരത്തെ ഉണ്ട്. ഖായിദെ മില്ലത്ത് വഫാത്തായ സമയത്ത് കരുണാനിധി അന്നാണ് ചരിത്രത്തിൽ ആദ്യമായി റോട്ടിലിറങ്ങി നടന്നത്. കരുണാനിധി, കലയിഞ്ചർ കരുണാനിധിയെ ഒരു കാലത്ത് ജനങ്ങൾ കണ്ടിരുന്നത് ചിത്രത്തിലായിരുന്നുവെങ്കിൽ കരുണാനിധിയെ കൺകുളിർക്കെ നേരെ ചൊവ്വ ഏറ്റവും കൂടുതൽ നിലത്തിറങ്ങി നടന്ന കാലഘട്ടം മഹാനായ ഖായിദെ മില്ലത്തിൻ്റെ ജനാസ കൊണ്ടുപോകുമ്പോഴാണ്. ഖായിദെ മില്ലത്തിൻ്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ അന്ന് വളരെ ഉന്നതനായ രാഷ്ട്രീയക്കാരനായിരുന്ന കലയിഞ്ചർ കരുണാനിധിയോട് പലരും പറഞ്ഞു, അത്രേ അങ്ങൊരു വാഹനത്തിൽ പോന്നാൽ മതി, ഞാൻ വാഹനത്തിൽ പോന്ന് ഇസ്മായിലിൻ്റെ ഡെഡ് ബോഡിയുടെ പിന്നിൽ നടക്കുന്നത് അപമര്യാദയാണ്, ഞാൻ ഇസ്മായിൽ കിടന്നു പോകുമ്പോൾ ഞാൻ നടന്നു പോകണം എന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടക്കുമ്പോൾ അന്ന് കൊടുമ്പിരി കൊണ്ട് ചൂടാ തമിഴ്നാട്ടിൽ. നിങ്ങൾക്കറിയണോ, ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വരുത്തിയിട്ട് കരുണാനിധിക്ക് വേണ്ടി ജനാസ കൊണ്ടുപോകുന്നതിൻ്റെ മുമ്പിൽ വെള്ളം തെളിക്കാൻ വേണ്ടി മാത്രം റോട്ടിലൊരു വാഹനം ഏർപ്പാടാക്കി DMK. എന്നിട്ട് ഇങ്ങനെ വെള്ളം തെളിച്ചിട്ട് ഇങ്ങനെ പോയി കരുണാനിധി ചുട്ടുപൊള്ളുന്ന മണലിലൂടെ നടക്കാൻ കാരണം എന്താണെന്നറിയോ? ഖായിദെ മില്ലത്തിൻ്റെ ജനാസക്കൊപ്പം നടക്കുമ്പോൾ ഞാൻ ചെരുപ്പിടൂല എന്നുള്ള നിർബന്ധം. അറിയണം, അങ്ങനെ പോയ ഖായിദെ മില്ലത്തിനോടുള്ള സ്നേഹം കൊണ്ട് മുസ്ലിം ഇന്ത്യയുടെ വിചാരങ്ങൾ രോമകൂപത്തിൽ പോലും തേരോട്ടം നടത്തുന്ന സാത്വികനായ കർമ്മയോഗി എൻ്റെ ഖായിദെ മില്ലത്ത്. അറിയണേ, ആ ഖായിദെ മില്ലത്തിൻ്റെ പേരിൽ പലതും കൊടുത്തപ്പോൾ ആ ഖായിദെ മില്ലത്തിൻ്റെ കുട്ടിയോട് ചോദിക്കുന്നത് ഞാൻ കൊടുക്കുന്ന പറഞ്ഞത് ഹൈദരലി തങ്ങളോട് ചോദിച്ചു നമ്മൾ ഇന്നലെ. നിങ്ങൾക്കറിയോ, സർക്കാരിൻ്റെ ഓർഡറിൽ തന്നെ എഴുതി ചേർത്തിക്കുക, നാളെ മുതൽ ഇത്ര നമ്പർ ഓർഡർ പ്രകാരം തമിഴ്നാട്ടിൽ തമിഴ്, തെലുങ്ക് ഇങ്ങനെയൊക്കെ ഭാഷകളുണ്ടെങ്കിലും നാളെ മുതൽ ഉറുദുവും അറബിയും പാഠ്യവിഷയങ്ങളായിരിക്കും, അതും സ്കൂളിൽ ചേർന്ന് പഠിക്കുന്ന ഭാഷകളായിരിക്കും എന്ന് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടതനുസരിച്ച് ഞങ്ങൾ നൽകുന്നു എന്നാണ് എഴുതി ചേർത്തിക്കണ്. ആലോചിക്കണം നിങ്ങൾ. അത് വേറെ വർത്താനായിട്ട് പറഞ്ഞിട്ട് എഴുത്തിൽ വേറല്ല, ഓർഡർ, സർക്കാരിൻ്റെ ഓർഡറിൽ എഴുതിയിരിക്കുകയാണ്. മുസ്ലിം ലീഗ് ചോദിച്ചിട്ട് കൊടുത്തതാണ്. ഞങ്ങളെ കായ് മുതലായില്ലടോ, ഞങ്ങൾക്കിത് പോരെ.
കണ്ടില്ലേ? ഞങ്ങളെ കണ്ട് പഠിക്ക്. വെറുതെ പുതിയ പുതിയ ഓരോ പാർട്ടി ഉണ്ടാക്കി നേരം കളയണ്ട. പുതിയ പുതിയ ഓരോന്നുണ്ടാക്കി ഓരോ കഴുതയുടെയും തലയാകുന്നതിലും ഭേദം ഈ പടക്കുതിരയുടെ വാലാകാൻ ഇങ്ങോട്ട് പോരി. ഞങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ്. വെറുതെ ഓരോ പാർട്ടി ഉണ്ടാക്കി വെറുതെ സമയം കളയണ്ട. എത്ര ആൾ വന്നു അല്ലേ? ലീഗ് വിരുദ്ധ രാഷ്ട്രീയ ഖബർസ്ഥാനിലേക്ക് നോക്കൂ, എത്രയെത്ര മീസാൻ കല്ലുകൾ. ആരുണ്ടെന്ന് ആ കൂട്ടത്തിൽ? ഇപ്പോൾ PTA റഹീം പുതിയൊരു പാർട്ടി ഉണ്ടാക്കുന്നു. വന്നതൊക്കെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ്. ഇയാളിപ്പോൾ ചായക്കോപ്പയിലെ അരിപ്പയാണ്, അവസാനം അരിച്ചെടുക്കുകയാണ്. PTA റഹീം ചണ്ടിയെ പിണ്ടിയെ ഉണ്ടാകൂ. നിങ്ങൾ ആലോചിക്കണം. ഇവരൊക്കെ വലിപ്പം നമുക്ക് മനസ്സിലായല്ലോ. വലിയ പോസ്റ്ററാണ്. മായതനിൻ്റെ പോസ്റ്ററില്ലാത്ത ഏരിയ ഇല്ല, സുഡാപ്പിയുടെ പോസ്റ്ററില്ലാത്ത പോസ്റ്റില്ല. ആലോചിക്കണം. ജമാഅത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണങ്ങളില്ലാത്ത പോസ്റ്ററുകളില്ല, നോട്ടീസുകളില്ല. ഈ മൂലക്കുരുവിൻ്റെ പരസ്യം മാതിരിയാണ്. മൂലക്കുരുവിൻ്റെ പരസ്യം കാണാൻ ഒരു അങ്ങാടിയിൽ ഇങ്ങനെ എല്ലാ പോസ്റ്റിലും ഇതിൽ കൂടി ബസ്സിൽ പോകുമ്പോൾ മൂലക്കുരു സുഖപ്പെടുത്തുന്നു സുഖപ്പെടുത്തുന്നു സുഖപ്പെടുത്തുന്നു. ബസ്സിൽ അതുവഴി പോണ ആളെ മനസ്സിലെന്താണെന്നറിയോ? ഈ മഹലും പഞ്ചായത്തും കംപ്ലീറ്റ് മൂലക്കുരു എന്നാണ്. പക്ഷെ സോക്കേടുള്ളത് 1-2 ഉണ്ടാവുകയുള്ളൂ എന്ന പോലെയാണ് ഇവരെ കഥ. നിങ്ങൾ എത്ര ആളുകളുണ്ട്? ഞങ്ങളെ കണ്ട് പഠിക്ക്. ഞങ്ങൾക്ക് പഞ്ചായത്ത് മെമ്പറാകാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരുന്നത്. പഞ്ചായത്ത് മെമ്പറായി, പ്രസിഡൻ്റായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി, പ്രസിഡൻ്റായി. ജില്ലാ പഞ്ചായത്ത് മെമ്പറായി, പ്രസിഡൻ്റായി. MLA ആയി, മന്ത്രിയായി. അൽഹംദുലില്ലാഹ് എൻ്റെ CH കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി, MP ആയി. ഇപ്പോൾ കേന്ദ്രത്തിൽ ഞങ്ങൾ റെയിൽവേയുടെ മന്ത്രിയാണ്. കണ്ടോ? അതാണ് മന്ത്രി. നെടുമ്പാശ്ശേരി തറക്കല്ലിടുകയാണ് റെയിൽവേ സ്റ്റേഷന്. KT ജലീലൊക്കെ എപ്പോഴും ബസ് സ്റ്റാൻഡിന്മേലും വെയിറ്റിംഗ് ഷെഡിന്മേലും എത്തിയിട്ടുള്ളൂ. അറിയോ? അഹമ്മദ് സാഹിബ് എന്താ ചെയ്യുന്നത്? ട്രെയിൻ, എത്ര ട്രെയിനാണ് അല്ലേ? പോവല്ലേ ട്രെയിൻ. എന്നോടൊരു വേഷം ചോദിച്ചു തിരൂരിന്ന്. സുബൈക്ക് ഘടിപ്പിച്ച് എഞ്ചിന്മേ തന്നെ ഇത് മാരി പേരെ പോകണം, നിൽക്കണില്ല, പോവാണ്. എത്ര ട്രെയിനാണെന്നറിയാം? ഞാൻ നാളെ ഏറനാട് എക്സ്പ്രസ്സിൽ കയറിയിട്ട് അസ്കറെ ഏറനാട് എക്സ്പ്രസ്സിൽ ഞാനിപ്പോൾ അടുത്ത ദിവസം കയറിയിട്ട് ഞാൻ അതിൻ്റെ സീറ്റാണ്ട് നാറ്റിയിട്ട് എവിടെ എൻ്റെ അഹമ്മദ് സാഹിബിൻ്റെ വണ്ടിയല്ലേ. ഒന്ന് ആലോചിച്ചോ, എന്താ അത്? അതാണ് മന്ത്രി. ഒരു സദസ്സുക്ക് പറ്റും. TK ഹംസാക്കാരുടെ മാതിരിയല്ല. TK ഹംസാക്ക പറഞ്ഞത് എന്താ അഹമ്മദിന് പണി ഡൽഹിയിൽ നമുക്ക് ചായ കൊടുന്നേരില്ലല്ലേ എന്നാ. ശരിയാണ്. അഹമ്മദ് സാഹിബ് ചായ കുടിക്കണോടത്ത് ഹംസ ചിരിയിലൊക്കെ ഇന്നപ്പോൾ ഒന്ന് വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, ഞങ്ങളെപ്പറ്റി പറയാത്ത വർത്താനം ഉണ്ടായിരുന്നോ അല്ലേ? അഹമ്മദ് ലോകത്ത് തിളങ്ങാണ്. ലോക പത്രമാധ്യമങ്ങൾ എഴുതുന്ന അഹമ്മദ് ലീഡ് ഇന്ത്യ. അഹമ്മദ് ഇന്ത്യയെ നയിക്കുന്നു. ആലോചിക്കണം. അഹമ്മദ് സാഹിബിനെ പറ്റി പറയാത്ത വർത്താനങ്ങളുണ്ടോ? എല്ലാ നേതാക്കന്മാരും വിദേശ പൗരന്മാർ. ഈടക്കടുത്ത് ഹറം ഷരീഫ് കാക്കുന്ന ഖാദിമുൽ ഹറമൈനി ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞു അയാളെ സ്വീകരിക്കാൻ. അഹമ്മദ് പോകട്ടെ. അഹമ്മദ് സാഹിബ് പോയി പാലം വിമാനത്താവളത്തിൽ പോയിട്ട് ഇങ്ങനെ കൈപിടിച്ച് കൊണ്ടുവരികയാണ്. അഹമ്മദിൻ്റെ ഡ്യൂട്ടി റെയിൽവേയാണ്, വിദേശകാരിയല്ല. എന്നിട്ടും അഹമ്മദിനാണ് വിദേശ നേതാവിനെ കൊണ്ടുവരാൻ പോകുന്നത് അല്ലേ? പാലം വിമാനത്താവളം എന്ന് കേൾക്കുമ്പോൾ അതിൽ തന്നെ ഉണ്ട് അസ്കറെ 2 വകുപ്പ്. പാലം പൊതുമരാമത്തിലും വിമാനത്താവളം വ്യോമയാന വകുപ്പിലുമാണ്. എന്നാൽ അതിൻ്റെ മന്ത്രിക്ക് പോയിക്കൂടെ? പോയില്ല. എന്താ കാരണം? അഹമ്മദ് പോയി. കാരണം അതൊരു മജ്ലിസിക്ക് പറ്റണ മുത്താണ് എന്ന് നേതാക്കന്മാർക്കറിയാം. ഒരു ദിവസം കണ്ടില്ലേ, അഹമ്മദ് സാഹിബ് ഇരുന്ന് ഒപ്പിടുകയാണ്. മൻമോഹൻ സിംഗ് പിന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിൽക്കുമ്പോൾ അഹമ്മദ് ഇങ്ങനെ ഇരുന്നിട്ട് ഒപ്പിടുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ? എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം മുദരിസ് എത്ര വലിയവനാണെങ്കിലും തങ്ങളുട്ടി മാനിക്കേണ്ടവനാണെന്ന് വിദേശ പൗരന്മാർക്കറിയാം. അവിടെയാണ് അതിൻ്റെ മഹിമ. നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞങ്ങളെ ചെറുതാക്കാൻ വന്ന പല ആളുകളുണ്ട്. അവരൊക്കെ ഇന്ന് എവിടെയാണ്? ഞങ്ങളെ ശിഹാബ് തങ്ങൾ രാഷ്ട്രീയക്കാരനായ എല്ലാവരും സ്നേഹം പിടിച്ചു പറ്റിയത്. യമനിൽ നിന്നും പറന്നു വന്നിട്ട് മലയാളക്കരയുടെ മതസൗഹാർദ്ദത്തിൻ്റെ മരക്കൊമ്പിലിരുന്ന് പുഞ്ചിരി തൂവുകയും ഒരിറ്റ് വെള്ളം ചോദിച്ചവർക്ക് ഒരു അലകടലും, ഒരു മന്ദസ്മിതം ആഗ്രഹിച്ചവർക്കൊരു മന്ദമാരുതനും, ഒരു പൂ ചോദിച്ചവർക്കൊരു പൂന്തോപ്പും നൽകിയ ശേഷം ഞാൻ പോകട്ടെ എന്ന് സമ്മതം ചോദിച്ച് പാറി പറന്ന് പോകുമ്പോഴും ആ ചിറകടി കൊണ്ട് സമാധാനത്തിൻ്റെ കുളിർക്കാറ്റ് തന്നിട്ട് പരൻ്റെ വിളിക്കുത്തരം നൽകി പരലോകത്തേക്ക് പറന്നകന്ന ആ വെള്ളരിപ്രാവ് എൻ്റെ മുത്ത് ശിഹാബ് തങ്ങൾ ഒരു രാഷ്ട്രീയക്കാരനല്ലാത്തവൻ്റെ സ്നേഹം പിടിച്ചുപറ്റി. ഒരു നല്ല മുസൽമാനല്ലാത്തവൻ്റെ സ്നേഹം പിടിച്ചുപറ്റി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമത്തു ഷഹാദത്തൈനി ഉച്ചരിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവരെ സ്വീകരിക്കാനുള്ള പൊന്നാനി മൗനത്തിൻ്റെ പ്രസിഡൻ്റാൻ്റെ ശിഹാബ് തങ്ങൾ
ആ ശിഹാബ് തങ്ങൾ എങ്ങനെയാണ് അങ്ങാടിപ്പുറം ക്ഷേത്ര കമ്മിറ്റിക്ക് പ്രിയങ്കരനായത് പഠിക്കേണ്ടതാണ്. അങ്ങാടിപ്പുറം ക്ഷേത്ര കമ്മിറ്റി പാണക്കാട്ട തങ്ങളെക്കുറിച്ച് മതിപ്പുളവാക്കിയത് എന്തുകൊണ്ടാണ്? അതാണ് ഞങ്ങളെ മനസ്സിലാക്കേണ്ടത്. പേര് മുസ്ലിം ലീഗ്, പേര് മുസ്ലിം ലീഗ്. എല്ലാവരും കച്ചവടം കിട്ടാൻ ഞങ്ങൾ പേര് മാറ്റിയിട്ടില്ല. ഞങ്ങൾ സോഷ്യൽ നിട്ടില്ല, പീപ്പിൾസ് നിട്ടില്ല, നാഷണൽ നിട്ടില്ല. ഞങ്ങൾ ഏത് പേരാട്ടത്? മുസ്ലിം ലീഗ്. ബിസ്മില്ല ഹോട്ടലിൽ നിന്ന് എഴുതിയിട്ട് തന്നെ നല്ല വിഭവം കൊടുത്തു. ഞങ്ങൾ മായം കൊടുത്തില്ല, മായം ചേർത്തില്ല, അപ്പസോഡ ഇട്ട് കൊടുത്തില്ല. ഞങ്ങൾ നല്ല കാര്യങ്ങൾ കൊടുത്തപ്പോൾ ആൾക്കാർ പറഞ്ഞു പേര് അതാണെങ്കിലും സൂപ്പർ, മുസ്ലിം ലീഗിനെ മാനിക്കാം, അവർ കുഴപ്പക്കാരല്ല, അവർ കുഴപ്പക്കാരല്ല. അബ്ദുൽ നാസർ മഅദനി ആളുകളെ വഴിതെറ്റിക്കുമ്പോൾ ഇതാണ് റൂട്ടെന്ന് പറഞ്ഞപ്പോൾ പലർക്കും കയ്പായിരുന്നു അനുഭവം. എന്നാൽ ആളുകൾക്കെല്ലാം ബോധ്യമായി, എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യമായി. ഞങ്ങൾ പറയുന്നിടത്ത് രാഷ്ട്രീയത്തിൽ വിട്ടുവീഴ്ച ചെയ്ത് മുന്നണി സംവിധാനം, പരമാവധി സീറ്റുകൾ ഘടകകക്ഷികൾക്ക് കൊടുക്കുക, ഞങ്ങൾക്ക് ഇത് മതി എന്ന് പറയുക, ഉള്ളിടത്ത് മര്യാദ പാലിച്ചുകൊണ്ട് വോട്ട് ചെയ്യുക, ജയിപ്പിക്കുക, വഞ്ചനയില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളെ മാനിക്കാൻ ആളുണ്ടായി. ഞങ്ങൾ ആ നിലപാടെടുത്തപ്പോൾ ഞങ്ങളെ നിലവാരം കൂടി. ഞങ്ങളങ്ങനെ ഉയർന്നു ചിന്തിച്ചപ്പോൾ ഞങ്ങൾക്ക് ഉയരത്തിൽ പറക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ആലോചിക്കണം, പാണക്കാട്ട തങ്ങളെ ചിത്രം വെച്ച, കോണിച്ചിഹ്നം വെച്ച ആദിവാസി സഹോദരിമാരുടെ ചിത്രം ഇങ്ങനെ കാണാം. കേരളത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു നോക്ക്, പട്ടികജാതിക്കാരടക്കം പലരെയും ചിത്രം കാണാം. എന്തുകൊണ്ടാണ്? തങ്ങളെ ഫോട്ടോ വെച്ചാൽ അതൊരു കുഴപ്പത്തിനില്ല. നിങ്ങൾക്കറിയോ, ഉണ്ണിയാലിൽ പ്രശ്നം നടക്കുമ്പോഴാണ് ഇതുപോലെ താനൂരിലൊരു പ്രസംഗം കഴിഞ്ഞ് വിനീത് അങ്ങനെ പോവുകയാണ്. പോകുന്ന സമയത്ത് തിരൂർ എസ് ഐ വാഹനം പരിശോധിക്കുന്ന ഇടയിൽ കാറ് നിർത്തിയിട്ട് ചോദിച്ചു എവിടുന്നാ വരണേന്ന്. പെട്ടെന്ന് കണ്ണു വീഴ്ച നോക്കി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ കാറിൻ്റെ ഡിക്ക് തുറന്നു, ആയുധം പരിശോധിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഇതിങ്ങനെ കാണിച്ചു കൊടുത്തു പറഞ്ഞു പോയിക്കോ പോകാൻ. ഈ മുത്ത് മാണിക്കക്കല്ലിൻ്റെ ഫോട്ടോ കണ്ടാൽ, ഈ ചിത്രം കണ്ടാൽ കേരളത്തിൽ സമാധാനത്തോടു കൂടി സഞ്ചരിക്കാനുള്ള ലൈസൻസാണ് എങ്കിൽ മുസ്ലിം ലീഗുകാരെ അൽഹംദുലില്ലാ 1000 ടൈം അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി അൽഫ മറ നമ്മൾ വിജയിച്ചു. യാതൊരു സംശയവും വേണ്ട. നിങ്ങൾക്കറിയണം, ഞങ്ങൾ ഈയിടക്കടുത്ത് സഞ്ചരിച്ചൊരു കാറിൻ്റെ പിന്നിൽ ശിഹാബ് തങ്ങളെ ചിത്രം, തിരൂരിലൊരു സുഹൃത്താണ്, ശിഹാബ് തങ്ങളെ ചിത്രം ഗ്ലാസ്സിൽ പതിച്ചിട്ടുണ്ട്. ഒട്ടിച്ചതല്ല, കൊത്തിവെച്ച പോലെയാണ്, മാറ്റാൻ സാധിക്കില്ല. ആ ചിത്രമുള്ള കാറാണ്. പെരുന്നാളിൻ്റെ തലേ ദിവസം പർച്ചേസിന് വേണ്ടിയിട്ട് ഇറങ്ങിയ സമയത്ത് 2 സഹോദരിമാർ കാറ് തള്ളിക്കൊണ്ടിരിക്കും. അവരുടെ കാറ് തള്ളിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുന്നിൽ ഈ കാറ് പോകുന്നത് കണ്ടപ്പോൾ കൈയടിക്കുക, പിന്നാലെ കൈയടിച്ച് ഓടി വരികയാണ്. ഓടി വന്നപ്പോൾ അത്ഭുതത്തോട് കുറിച്ച് ഒരു ജ്യേഷ്ഠത്തി അനിയത്തി ഡ്രൈവ് ചെയ്ത് വന്നത്. സഹോദരിമാർ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചപ്പോൾ പർച്ചേസിന് വേണ്ടി വളരെ സന്തോഷത്തിൽ വന്ന്, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ പൊന്നാനി ഭാഗത്തൊക്കെ അങ്ങനെയാണ്, ഒരു 2 മണി 1 മണി വരെയൊക്കെ അത്താഴ സമയത്തൊക്കെ ടെക്സ്റ്റൈൽസിലൊക്കെ നിറയെ ആളുകളാണ്, സ്ത്രീകളടക്കം, സ്വന്തമായി ഒരു പ്രശ്നമില്ലാത്ത ഏരിയകളിൽ. ആലോചിക്കണം, അത്ഭുതത്തോടു കൂടി ആ വാഹനത്തിലെ ഡ്രൈവർ ചോദിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്ത് പണിയാണ്, നിങ്ങൾ 2 പെൺകുട്ടികളല്ലേ, നിങ്ങൾ അങ്ങനെ ആൺകുട്ടികൾ പോകുന്ന കാറൊക്കെ ഇങ്ങനെ കൈയടിച്ച് വിളിച്ച്, ഇന്നത്തെ കാലത്ത് പൊന്നു പെങ്ങളെ അമ്മാതിരി കാര്യങ്ങളൊന്നും പോയരുതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു വർത്താനുണ്ട്, എല്ലാവരും കേൾക്കേണ്ട വർത്താനാണത്. എന്തായാലും ശിഹാബ് തങ്ങളെ ചിത്രമുള്ള കാറല്ലേ, ശിഹാബ് തങ്ങളെ ഫോട്ടോ ഉള്ള കാറല്ലേ, ഞങ്ങൾക്കറിയാം അതിൻ്റെ ഓണറോ അതിൻ്റെ ഡ്രൈവറോ എങ്ങനായാലും അതുമായി ഒരു ബന്ധം ഉണ്ടാകും. അതുകൊണ്ടുള്ള ധൈര്യത്തിലാണ് ഞങ്ങൾ പിന്നാലെ ഓടിയത്. അങ്ങനെ പറയാൻ സാധിക്കുന്ന ഒരു അമീർ എൻ്റെ മാണിക്കക്കല്ല് ശിഹാബ് തങ്ങളല്ലാതെ ഈ ആലം ദുനിയാവിൽ, ഈ കേരളക്കരയിൽ, ഈ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ ആരാ? പഠിക്കണം നിങ്ങൾ. അതാണ് നേതാവ്. നല്ല രാഷ്ട്രീയക്കാരനായി രാഷ്ട്രീയക്കാരല്ലാത്തവരെ സ്നേഹം പിടിച്ചു പറ്റി, നല്ല മുസൽമാനായി മുസൽമാനല്ലാത്തവൻ്റെ സ്നേഹം പിടിച്ചു പറ്റി. ഒരുപാട് മഹല്ലത്തിൻ്റെ ഖാദിയും പള്ളിയിലെ ഇമാമും നിന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് ക്ഷേത്ര കമ്മിറ്റിക്കാർക്ക് പ്രിയങ്കരനായി. ആലോചിക്കണം, അങ്ങനെ സാധിക്കണം. ഫറൂഖ് ചുങ്കത്തെ ഓരോ മുസ്ലിം ലീഗുകാരനും മറ്റുള്ള രാഷ്ട്രീയക്കാരന് അഭയം കൊടുക്കാൻ സാധിക്കണം. അങ്ങനെയാ CH കേരളക്കര വിളിച്ചത് CHM കോയ, CHM കോയ, C for Christian, H for Hindu, M for Muslim. CHM കോയ, ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വേണ്ടപ്പെട്ട കോയ. കണ്ടോ? ആ കോയക്ക് ബദലാകാൻ അപ്പം പ്രൊഫസർ കോയ വരുന്നത്. ചിന്തിച്ചോളിങ്ങൾ, ഏതാ ഈ കോയ? ആ കോയ ഏതാ? ഈ കോയയുടെ ലൈൻ തെറ്റാണ് എന്ന് ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞു, കാളമ്പാടി ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞു.
AP അബ്ദുൽ ഖാദർ മൗലവിയും ഹുസൈൻ മടവൂരും അബ്ദുള്ള കോയ മദനിയും പറഞ്ഞു കഴിഞ്ഞു, ഈ കോയയുടെ ലൈൻ ശരിയല്ല എന്ന്. അറിയണേ, ഖലീലുൽ ബുഖാരി തങ്ങളും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും സ്വലാത്ത് മജ്ലിസിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞു, ആ കുട്ടികൾക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കണം, അവർ ലൈൻ തെറ്റി പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു. ആലിമീങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അമീർ ആയി പാണക്കാട്ട തങ്ങന്മാരും എതിർത്ത സംഘടന, പിന്നെ എന്തിനതിൻ്റെ പിന്നാലെ പോകണം? എല്ലാ ആലിമീങ്ങളും ഉമറാക്കളും ഒറ്റക്കെട്ടായി നിന്നിട്ട് പിന്നെയും ആ കോയയെ ആരെങ്കിലും അമീറായി സ്വീകരിക്കുന്നുവെങ്കിൽ സുഹൃത്തുക്കളെ ഞാൻ പറയുന്നു, അതല്ല കോയ. കോയ ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം. ഏതാ കോയ? അത്തോളിയിലെ ആലിമല്ലാഖാന്റെ മകനായി ജനിച്ച് കേരളത്തിൻ്റെ അധികാര സിംഹാസനത്തിലിരുന്ന് അധികാരി വർഗത്തിൻ്റെ കയ്യിൽ നിന്ന് പിച്ചിപ്പറിച്ചു വാങ്ങി അറബിക്കഥയിലെ രാജകുമാരനെ പോലെ കേരളത്തിൻ്റെ രാഷ്ട്രീയ അരങ്ങ് അടക്കി വാന്ന് രാജ്യത്ത് വിരാജിക്കുമ്പോൾ കോഴിക്കോട്ടങ്ങാടിയിലെ പട്ടിണിപ്പാവങ്ങൾ ഇടിവെട്ടിക്കോയ എന്ന് വിളിച്ച അത്തോളിയിലെ മുത്ത് CH മുഹമ്മദ് കോയ, അതാണ് കോയ. മറ്റേത് കോയയാണ്, ബേജാറാണ്. ആലോചിക്കണം, ഇതാണ് കോയ. ആ കോയയാണ് ഞങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ചത്. ആ കോയയെ വെച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ നവോത്ഥാനം, കേരളത്തിൻ്റെ പരിഷ്കാരങ്ങൾക്ക് ഞങ്ങൾ തുടക്കം കുറിച്ചത്. ഞങ്ങൾ ആരെയും ആവലാതി ഉണ്ടാക്കുന്ന, വേവലാതി ഉണ്ടാക്കുന്ന, പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു പ്രശ്നത്തിന് തിരികൊളുത്തിയില്ല. ഞങ്ങൾ മനോഹരമായി മുന്നോട്ട് നീങ്ങി. ഞങ്ങൾ ആരെയും ഭയപ്പെട്ടില്ല, അല്ലേ? ഞങ്ങൾ അനീതി കണ്ടാൽ അവിടെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. പരാജയപ്പെടേണ്ടി വന്നാലും നിലപാടിൽ നിന്നൊരു ഇഞ്ച് പോകാതെ ഞങ്ങൾ ഉറച്ചു നിന്നു. ഇവിടെ ആ പള്ളി മറക്കാതിരിക്കുക എന്ന് ചിലർ പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ ഇനിയൊരു പള്ളി പൊളിക്കാതിരിക്കുക എന്ന നിയമം ഉണ്ടാക്കിയ ബനാത്ത് വാലയുടെ പാർട്ടിയാണ് നമ്മുടെ പാർട്ടി. അങ്ങനെയാ ശ്രമിക്കേണ്ടത്. ലക്ഷം മനുഷ്യർ കൂടുന്നിടത്ത് ലക്ഷണമൊത്തവർ ഒന്നോ രണ്ടോ എന്ന് പറഞ്ഞ പോലെ ഞങ്ങളെ കണ്ട് പഠിക്കുക. ഞങ്ങൾക്ക് 1-2 MP മതി, അധികമൊന്നും വേണ്ട. ആടിൻ്റെ അകട്ടിലെ മുലക്കണ്ണി പോലെയാണ്. TK ഹംസൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഒരുപാട് MP എന്താ ഉണ്ടായിട്ട് കാര്യം? ആടിൻ്റെ അകട്ടിൽ 2 മുലക്കണ്ണിയേ ഉണ്ടാകൂ. അതിൻ്റെ പാലിൻ്റെ മേന്മ മഹത്തരാണ് എൻ്റെ ഹംസാക്ക. പക്ഷെ നാട്ടിൽ തെണ്ടി നടക്കുന്ന പട്ടികളുടെ അകട്ടിലൊക്കെ 54-60 മുലക്കണ്ണി ഉണ്ടായിട്ട് നാട്ടുകാർക്ക് എന്താ കാര്യം? ഞങ്ങളെ കണ്ടുപഠിക്കും. മുസ്ലിം ലീഗ് മാന്യമായ നിലപാടുമായി മുന്നോട്ട് പോകാൻ. ആ മുസ്ലിം ലീഗിൻ്റെ പതാക നിലത്തിട്ട് ചവിട്ടാൻ ഇടനെഞ്ചിലെ ഇടിപ്പ് തീരും വരെ ഒരു പ്രമാണിയെയും അനുവദിക്കരുത്. നമ്മൾ ത്യാഗം ചെയ്ത് നേടിയെടുത്തതാണ്. ഒരുപാട് വില കൊടുത്ത് നേടിയെടുത്തതാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗിനെതിരെ പുതിയ കുഴലൂത്ത് നടത്തുന്ന ഓരോരുത്തരോടും വളരെ വ്യക്തമായി പറയുവാനുള്ളത്, നിങ്ങളൊക്കെ MDP സ്വീകരിച്ച മാന്യമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത്. പണ്ട് ഫാറൂഖ് മൗലവി മുസ്ലിം ലീഗിനെതിരെ ഒരു പാർട്ടി ഉണ്ടാക്കി, MDPI എന്നായിരുന്നു പേര്, മുസ്ലിം ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. മഞ്ചേരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്ത്യ അങ്ങനെയായിരുന്നു. ഇസ്ഹാഖുരുക്കൾക്കെതിരെ മത്സരിച്ചു. CH മുഹമ്മദ് കോയ സാഹിബ് മരിക്കുന്ന സമയം, CH വഫാത്താകുന്നതിന് മുമ്പ് ഞങ്ങളെ കുറ്റിപ്പുറത്ത് CHനെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയാണ്. ആ സമയത്താണ് UA ബീരാൻ സാഹിബിന് ബദലായി പകരമായി എൻ്റെ CH മുഹമ്മദ് കോയ സാഹിബ് ഹൈദരാബാദിലേക്ക് പോകുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഭക്ഷ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ബീരാൻ സാഹിബിന് പകരം ഹൈദരാബാദിൽ വെച്ച് CHന് അസുഖമുണ്ടായി. നൈസാം ഹോസ്പിറ്റലിൽ വെച്ച് മഹാനായ CH എന്നേക്കുമായി നമ്മോട് വിട പറഞ്ഞു. ഞാൻ എൻ്റെ അങ്ങാടിയിൽ നിൽക്കുമ്പോൾ സൈക്കിൾ എടുത്തുകൊണ്ടൊരു സഹോദരൻ പോവുകയാണ്. ദുഃഖപ്പെട്ടു പോകുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, എന്താ? നമ്മളെ CH പോയി. ഞാനന്ന് 7:20 മലയാളം ആകാശവാണി വാർത്ത, ഡൽഹിയിലെ വാർത്ത തുറന്നു വെച്ച് കാത്തിരുന്നു. ആദ്യം കേട്ട വാക്ക് ആകാശവാണി, വാർത്തകൾ വായിക്കുന്നത് ഇന്നയാൾ എന്ന് പറഞ്ഞിട്ട് പറയുന്നു, കേരള ഉപമുഖ്യമന്ത്രി ശ്രീ CH മുഹമ്മദ് കോയ നിര്യാതനായി. കേരള ഉപമുഖ്യമന്ത്രി ശ്രീ CH മുഹമ്മദ് കോയ നിര്യാതനായി. നിങ്ങൾ ആലോചിക്കണം, നമ്മോട് എന്നേക്കുമായി മഹാനായ CH വിട പറഞ്ഞു പോകുമ്പോൾ നമുക്ക് തന്ന ഒരുപാട് നന്മകളുണ്ട്. ആ നന്മ ആഗ്രഹിച്ചുകൊണ്ടാണ് കേരളത്തിൽ നമ്മൾ പ്രവർത്തിച്ചത്. ആ CH നമുക്ക് നേടിത്തന്നത് സൗഹൃദത്തിൻ്റെയും പുരോഗതിയുടെയും വാതായനങ്ങളാണ്. അങ്ങനെ നമ്മൾ പോയി. ആ CHന് ബദലായി മഞ്ചേരിയിൽ മത്സരിക്കാൻ പിന്നീട് നിയോഗമുണ്ടായത് ഇസ്ഹാഖ് ഗുരുക്കൾക്കാണ്. ഇന്നത്തെ മുനിസിപ്പൽ ചെയർമാനായ ഇസ്ഹാഖ് ഗുരുക്കൾ, ഞാൻ ഓർക്കുന്നു, ഇസ്ഹാഖ് ഗുരുക്കൾ മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗിനെ തോൽപ്പിക്കാൻ ആദ്യമായി കടന്നു വന്ന MDP
IMDPക്ക് അന്ന് തന്നെ മതി വന്നപ്പോൾ അവർ ആ തീർത്താൽ തീരാത്ത ലീഗ് വിരോധത്തിൻ്റെ ആ പതാക അവർ വലിച്ചെറിഞ്ഞു. എന്നിട്ട് മക്കത്ത് പോയിട്ടാ ഫാറൂഖ് മൗലവി പിരിച്ചുവിട്ടത്. ഞാനില്ല ലീഗിനെതിരെ ബദലാകാൻ ഞാനില്ല എന്ന് പറഞ്ഞിട്ട്. PDPക്കാരാ സുഡാപ്പിക്കാരാ അതുപോലെ ജമാഅത്തേര മുസ്ലിം ലീഗിനെ എതിർക്കുന്ന എല്ലാവരോടും ഞങ്ങൾ പറയാൻ, ഞങ്ങൾക്കകത്ത് വന്ന് ഫിത്തനയുണ്ടാക്കി ഞങ്ങളുടെ ഈ ഇമേജിനെ ഇകഴ്ത്താൻ ശ്രമിക്കുന്ന എല്ലാവരോടും പറയാൻ, നിങ്ങളും മക്കത്ത് പോയി പിരിച്ചു വിട്ടോ, എന്നാലേ ഈ ബാധ പോകുള്ളൂ. മാദനി എപ്പോഴും പിടികൂടുന്നത് ഈ ബാധ മര്യാദക്ക് ഒഴിഞ്ഞിട്ടിട്ടില്ല, അതാണ്. മുക്കത്തുനിന്ന് പിരിച്ചു വിട്ടാൽ പറ്റില്ല, മക്കത്ത് പോയി പിരിച്ചു വിടും. പോരാ, ഈ പതാകങ്ങൾ മുത്തി മണക്കും വേണം. ഏതാ ഈ പതാക? പുന്നാര പൂക്കോയത്തങ്ങളും പൂമാൻ ബാഫക്കിത്തങ്ങളും പൂമുത്ത് CH മുഹമ്മദ് കോയയും പൂന്തേൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും പൂമുത്തം കൊടുത്ത് ഹരിതവർണ്ണത്തിൻ്റെ മാറ്റുകൂട്ടി പട്ടുട ചാർത്തിയ ഈ പച്ച പതാക 11 തവണ മുത്തി മണക്കും വേണം. അങ്ങനെ എല്ലാ പ്രമാണികളുണ്ട്, പോരി, ഞങ്ങൾ സ്വീകരിച്ചോളാം. അല്ലാതെ വെറുതെ നിന്നിട്ട് ഞങ്ങൾക്കെതിരെ വേണ്ടാത്തരം പറഞ്ഞ് മുസ്ലിം ലീഗിനെതിരെ ബദലാകാൻ ഓരോ കോലത്തിൽ വരണ്ട. ഞങ്ങൾ ഈ ഉണ്ടാക്കിയ സമാജം ത്യാഗം ചെയ്തിട്ടാണ്. ഞങ്ങളെ കൈമുതൽ എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്കറിയോ. B.Ed കോളേജിൻ്റെ പരസ്യം ഇന്നത്തെ പത്രത്തിലുണ്ട്. സീറ്റ് ബാക്കിയുണ്ട്, ആവശ്യമുള്ളവർക്ക് വരാം. ഒരു കാലത്ത് B.Ed സീറ്റ് കിട്ടാൻ മുസ്ലിം ലീഗിൻ്റെ ഓഫീസിൽ കാവലിരുന്ന കാലം മാറി. നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ച് വലുതായി. ഒരു കാലത്ത് സൈക്കിളിൻ്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യാൻ മടിച്ചിരുന്ന സമൂഹത്തിലെ പെൺകുട്ടി ഇന്ന് വിമാനത്തിൻ്റെ മുന്നിലിരുന്ന് പൈലറ്റാകാനുള്ള കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആലോചിക്കണം, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പുരോഗതി ഉണ്ടാകുമ്പോൾ ലീഗ് ഇതാ വാരിക്കോരി കൊടുക്കണ്, ഇതാ കോപ്പിയടിച്ച് പാസ്സാകുന്നു എന്ന് പറഞ്ഞ വില്ലാളി വീരന്മാർക്കെതിരെ ഒറ്റക്കെട്ടായി അണിനിരക്കാൻ, രാജ്യത്തിൻ്റെ നന്മക്കൊപ്പം നിൽക്കാൻ മുസ്ലിം ലീഗിനെ ശക്തിപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. ജയ് മുസ്ലിം ലീഗ്.